90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക് സ്വാഗതം. CBIക്ക് കൊടുത്തിരിക്കുന്ന അധികാരം തന്നെ തുടരണമോ എന്നുള്ള കാര്യം ഗവൺമെന്റ് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. CBI രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവന് അനുമതി കൊടുക്കേണ്ടതില്ല എന്ന് ഭാഗമായിട്ട് ഈ കാര്യം ഗവൺമെന്റ് തീരുമാനിച്ചു. അതിൽ യാതൊരു തെറ്റുമില്ല. മഹാരാഷ്ട്രയടക്കം 5 സംസ്ഥാനങ്ങളുടെ പാത പിന്തുടർന്ന് കേസ് അന്വേഷണത്തിനായി CBIക്ക് നൽകിയിരുന്ന പൊതു അനുമതി പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് കേരളവും. CBI ഒരു രാഷ്ട്രീയ ചട്ടുകമായി മാറുന്നു എന്നതാണ് CPIM ആക്ഷേപം. ലൈഫ് മിഷൻ വടക്കാഞ്ചേരി പദ്ധതിയിൽ CBI അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ CBIയോട് വിയോജിക്കുമ്പോഴും കേരളത്തിൽ കോൺഗ്രസിന് അത് പ്രകടിപ്പിക്കാനാകുമോ എന്ന് സംശയമാണ്. ടൈറ്റാനിയം അഴിമതി കേസ് ഏറ്റെടുക്കാതിരിക്കുകയും ലൈഫ് മിഷനിൽ ഇടപെടുകയും ചെയ്ത CBI നടപടിയെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്തത്. CBIയെ നിയന്ത്രിതമായി വിലക്കാനുള്ള നടപടികളുടെ രാഷ്ട്രീയ പാർശ്വഫലങ്ങൾ എന്തായിരിക്കും? എൻകൗണ്ടർ അന്വേഷിക്കുന്നു. എൻകൗണ്ടറിൽ എന്റെ അതിഥികൾ: CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ എ സമ്പത്ത്, KPCC ജനറൽ സെക്രട്ടറി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്, ഒപ്പം നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. ശ്രീ എ സമ്പത്ത്, നിലവിൽ ഇപ്പോൾ ഒരു CBI അന്വേഷണം നടക്കുന്നുണ്ട് സംസ്ഥാനത്ത്. അത് ലൈഫ് മിഷൻ വടക്കാഞ്ചേരി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. FCRA ലംഘനമാണ് അതിലെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്നതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആ നിലയ്ക്ക് തടസ്സപ്പെടുത്താനോ വിലക്കാനോ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഏത് സാഹചര്യത്തിലാണ് കേരളത്തിൽ CBIക്ക് പ്രവർത്തനാനുമതി നൽകണമോ എന്ന കാര്യം ഇനി സംസ്ഥാന സർക്കാർ പരിശോധിക്കട്ടെ എന്ന് CPIM തീരുമാനിച്ചത്? ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ന് വ്യാഖ്യാനിക്കുന്നവ രാഷ്ട്രീയം കടന്നു വരുന്ന മേഖലകളിലേക്കെല്ലാം ദുഷ്ടലാക്കോടുകൂടി രാഷ്ട്രീയ പ്രതിയോഗികളെ അവരെ തങ്ങളുടെ വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ്, ഞാൻ കേന്ദ്ര ഗവൺമെൻറ് എന്നൊരു പദം ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. ഭരണഘടനയിൽ അങ്ങനെ യൂണിയൻ ഗവൺമെൻറ് എന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നും മാത്രമേ പറയുന്നുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ള അഭിപ്രായം CPIMന് മുമ്പും ഉണ്ട്, ഇന്നലെ ഉള്ളതാണ്, ഇപ്പോഴും ഉള്ളത് തന്നെയാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ് ഉള്ളപ്പോൾ, യൂണിയൻ ഗവൺമെൻറ് ഉള്ളപ്പോൾ BJP, ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ മുമ്പ് 3 തവണ പറഞ്ഞിട്ടുള്ളതും, BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ യൂണിയൻ ഗവൺമെൻറ് വരുമ്പോൾ കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യമാണ്. ഡൽഹി പോലീസ് സ്പെഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ ആ അധികാരപരിധിയിൽ നിന്നുകൊണ്ടാണ് CBI പ്രവർത്തിക്കേണ്ടത്. സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് 2ാം ലോക മഹായുദ്ധകാലത്ത് അന്ന് ആയുധങ്ങൾ അത്തരത്തിൽ സംഭരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ആരോപണങ്ങൾ, അഴിമതികൾ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി തുടങ്ങിയത്. ഇന്ത്യയുടെ ഭരണഘടനയും നിലവിൽ വന്ന് സംസ്ഥാന പുനഃസംഘടനയും എല്ലാം നടന്നതിന് ശേഷവും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ അധിക സമയമൊന്നും എടുക്കുകയല്ല. നിരവധി കോടതികളിൽ CBIയെ സംബന്ധിച്ചുള്ള, നമുക്ക് ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം, നമുക്ക് പകരം ഒരു ഏജൻസിയെ ഇതുവരെ അത്തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇത് നമുക്ക് സമയമുള്ളൊരു ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും ഒരു പക്ഷേ എന്നോട് താങ്കൾ തന്നെ വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെയാണ് എങ്കിൽ പല കേസുകൾക്കും CBIയുടെ അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് എന്നത്. പാർലമെൻറ്റ് തന്നെ പാർലമെൻറ്റിൻ്റെ ആഭ്യന്തര പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആഭ്യന്തര വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ, കാരണം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണലിൻ്റെ കീഴിലാണ്, PMOയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണലിൻ്റെ കീഴിലാണ് CBI പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽപ്പെടുന്ന ഷെഡ്യൂളുകളിൽ പറഞ്ഞിട്ടുള്ളത് ഭരണഘടനാപരമായ ഒരു സ്ഥാപനമല്ല CBI എന്ന് കൂടി അറിയണം.
ഭരണഘടനാപരമായ ഒരു സ്ഥാപനമേ അല്ല. പലപ്പോഴും നമ്മുടെ മാധ്യമ പ്രവർത്തകരും അച്ചടി മാധ്യമങ്ങളിൽ എഡിറ്റോറിയൽ പോലും അത്തരത്തിൽ എഴുതപ്പെട്ടു പോയിട്ടുണ്ട്, ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലയിൽ. ഇതിനെ നവീകരിക്കുന്നതിന് വേണ്ടി ലോക്പാലിന്റെ നിയമത്തിൽ അങ്ങനെ കൊടുത്ത റിപ്പോർട്ട് പോലെ തന്നെ CBIയെ സംബന്ധിച്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് വരെ ഇന്ത്യ ഗവൺമെന്റ് അതിൻ്റെ ഒരു നവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടില്ല. മറ്റൊന്ന്, ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ഒരാഴ്ച അത് വെട്ടിച്ചുരുക്കിയെങ്കിൽ പോലും ആ പാർലമെന്റ് സമ്മേളനത്തിന് ഒരാഴ്ച മുമ്പ് ഡൽഹിയിൽ വെച്ചു ചേർന്ന ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ലോ ആൻഡ് ജസ്റ്റിസിന്റെ അധ്യക്ഷൻ ഭൂപേന്ദർ യാദവാണ്. BJPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ഭൂപേന്ദർ യാദവ് ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. അദ്ദേഹം തന്നെ അക്കാര്യത്തെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി, കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനം നിഷ്പക്ഷമായിരിക്കണം, രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ആരോപണങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് ഇരയാകാതെ ഇംപാർഷ്യലായിരിക്കണം എന്ന് അദ്ദേഹം തന്നെ അത്തരത്തിൽ പറഞ്ഞത് പത്രങ്ങളിൽ അച്ചടിച്ചു വന്നതാണ്. നിർഭാഗ്യകരമായ കാര്യം അതല്ല നടക്കുന്നത്. ഡോക്ടർ സമ്പത്ത്, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. താങ്കൾ നേരത്തെ പറഞ്ഞു സ്വാഭാവികമായി എനിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തെക്കുറിച്ച് താങ്കൾ നേരത്തെ പരാമർശിച്ചു. ആ സ്വഭാവത്തിലുള്ളതാണ്, പക്ഷേ മറ്റൊരു തരത്തിലാണ് എൻ്റെ ചോദ്യം. താങ്കൾ CBI രൂപീകരിക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ചും CBI എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ആയുധമാക്കപ്പെടുന്ന നിലവിലെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ഈ കാര്യത്തിൽ 2017 ജൂൺ 13 FCRA ലംഘനം അന്വേഷിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ CBIക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ FCRA ലംഘനം എന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് CBIയുടെ അന്വേഷണം ഉണ്ടാകുന്നത്. CBI രൂപീകരിക്കപ്പെട്ടതും അതിനുശേഷം തുടർന്ന് CBI വിവിധ കേസുകളിൽ നടത്തിയ ഇടപെടലിനെ കുറിച്ചുമൊക്കെ ഓർത്തെടുക്കുമ്പോഴും ആ ചരിത്രം താങ്കൾ പറയുമ്പോഴും എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് CPIM എത്തുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലേ? സ്വാഭാവികമായും നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ഇപ്പോൾ CBIയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണ്? ഒന്ന്, കോൺഗ്രസും ശിവസേനയും NCPയും ചേർന്ന് ഭരിക്കുന്നതായിട്ടുള്ള മഹാരാഷ്ട്ര. ഇപ്പോൾ ഞാൻ ഡൽഹിയിലാണ്, എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡൽഹി എഡിഷനാണ്. മൂവ്ഡ് ടു പ്രിവെന്റ് CBI ഫ്രം ടേക്കിംഗ് ഓവർ TRP സ്കാം പ്രോബ്. മഹാരാഷ്ട്ര ഹോം മിനിസ്റ്ററാണ്. എന്താണ് TRP സ്കാം പ്രോബ് എന്നുള്ളതിനെ സംബന്ധിച്ചറിയാം. ഇല്ലാത്തതായിട്ടുള്ള വരിക്കാരുണ്ട് എന്ന്, ഇല്ലാത്ത പ്രേക്ഷകരുണ്ട് എന്ന്, അത്തരത്തിൽ വാസ്തവത്തിൽ ഈ പരസ്യദാതാക്കളിൽ നിന്ന് പണം കൈപ്പറ്റുന്നതിന് വേണ്ടിയാണല്ലോ TRP. എല്ലാ മാധ്യമങ്ങളും പരസ്യങ്ങൾ ഉണ്ടായാലേ മതിയാവുള്ളൂ. ഈ വിഷ്വൽ മീഡിയയേക്കാൾ ഞങ്ങളാണ് വിശ്വസ്തരെന്നാണ് അച്ചടി മാധ്യമങ്ങൾ പറയുന്നത്. അവർ നിരവധി പത്രങ്ങളിൽ അതിൻ്റെ പരസ്യം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ തർക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ഇവിടെ വാസ്തവത്തിൽ നടന്നത് ഇത്തരത്തിലൊരു TRP റേറ്റിംഗുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മുമ്പ് അതുവരെ ഓഹരി കമ്പോളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കുംഭകോണം ഹർഷദ് മേത്തയുടെ കാലത്ത് ഉണ്ടായതുപോലെ ഒരു ലൂട്ടിംഗ്, അബ്സല്യൂട്ട് ലൂട്ടിംഗ്, എങ്ങനെ ബൈ ഫ്രോഡുലന്റ് മെത്തേഡ്സ്, എങ്ങനെ ബൈ മാനിപ്പുലേഷൻ, ഷിയർ മാനിപ്പുലേഷൻ, അതാണല്ലോ ഉണ്ടായത്. ഒന്ന്. Sir, but you are citing the examples of some other state. Sir, you were citing the examples of some other state. നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ പാർട്ടി ഈ തീരുമാനമെടുത്തു എന്നതാണ്. That was the crux of my question. പുറമ്പോക്കിലല്ല. Yes, I understand the crux of your question, but Kerala is also one of the units in the Indian Federation, I mean the Indian Union. Kerala is not in the outskirts of the Indian Union. Maharashtra withdraws consent to CBI for probes in the state. The probes in the state ഇക്കാര്യത്തിൽ ഇത് ഇന്നത്തെ ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ്. ഇത് രാജസ്ഥാൻ ഗവൺമെന്റ് ആയാലും പഞ്ചാബ് ഗവൺമെന്റ് ആയിരുന്നാലും അപ്പുറത്ത് ഈ പശ്ചിമ ബംഗാളിലെ ഗവൺമെന്റ് ആയിരുന്നാലും ഇനി ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ്, ഈ ഓരോ ഗവൺമെന്റുകളായി CBI ഇവിടെ ഫെഡറൽ സ്ട്രക്ചറിന്റെ മേൽ നടത്തുന്ന കടന്നുകയറ്റത്തെ സംബന്ധിച്ച് ആ ഗവൺമെന്റുകളെല്ലാം പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ ഗവൺമെന്റുകൾ ഇവിടെ വാസ്തവത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചേർന്നു തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ സംസ്ഥാന ഗവൺമെന്റുകളുടെ അനുമതിയും സംസ്ഥാന ഗവൺമെന്റുകൾ അത്തരത്തിൽ ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടി CBI പരിഗണിക്കണമല്ലോ. അത് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ നോക്കണം. ശരി, that sounds to be a very logical point. ശരിയാണ്, അത് വളരെ യുക്തിഭദ്രമായ കാര്യമാണ്. ടൈറ്റാനിയം, ശരിയാണ്, ടൈറ്റാനിയം അഴിമതി കേസ് ഉൾപ്പെടെ ശരിയാണ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് ഓൺ ദാറ്റ് സ്റ്റാൻഡ്.
കാരണം ടൈറ്റാനിയം അഴിമതി കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ശരിയാണ്. താങ്കൾ ഇതൊരു കൺസിസ്റ്റന്റ് സ്റ്റാൻഡായിട്ട്, അതായത് CBI ഇങ്ങനെ രാഷ്ട്രീയമായി ചെയ്യപ്പെടുന്ന ഒരു അന്വേഷണ ഏജൻസിയാണെന്ന ഒരു കൺസിസ്റ്റന്റ് സ്റ്റാൻഡ്, അതായത് സ്ഥിരതയാർന്ന ഒരു സമീപനം ഇടതുമുന്നണിക്ക് ഇടതുപക്ഷത്തിനുണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം ശ്രീ എ. സമ്പത്ത്, കുറച്ച് പുറകിലേക്ക് ഞാൻ താങ്കളെ കൊണ്ടുപോവുകയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്ന ആ സമയത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പതിവ് വാർത്താ സമ്മേളനങ്ങളിൽ ഒന്നിൽ അദ്ദേഹം പറഞ്ഞു, കേന്ദ്ര ഏജൻസികൾക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ, ക്ഷമിക്കണം, കേന്ദ്ര സർക്കാരിന് ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ ഏത് അന്വേഷണ ഏജൻസിയും ഈ കാര്യം അന്വേഷിക്കട്ടെ, അവരെ സ്വാഗതം ചെയ്യുന്നു, അവരെ ഈ കേരളത്തിലേക്ക് വിട്ട് ഇതിന്റെ നിജസ്ഥിതി എന്താണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു, സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹം CBI ഒഴികെയുള്ള ഏതെങ്കിലും അന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞില്ല, കേന്ദ്ര ഏജൻസികൾ എന്നാണ് പറഞ്ഞത്. ആ ഘട്ടത്തിൽ CBI വന്നിരുന്നെങ്കിൽ നിങ്ങൾ എതിർക്കുമായിരുന്നു. ഐ തിങ്ക് ദി ക്വസ്റ്റ്യൻ ഈസ് മോർ റെലവന്റ് നൗ. CBI ആണ് ഇക്കാര്യം അല്ല, ഇതിലൊരു കാര്യം, ഇതിൻ്റെ ഈ പറയുന്ന കാര്യത്തിൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസി അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രം അങ്ങനെ അന്വേഷിച്ചാൽ പോരാ എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ തൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ കേന്ദ്ര ഏജൻസി തന്നെ അത് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ എന്നുള്ളത് അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് വന്നത്. നമ്മൾ ഈ ഒരു ചർച്ച CBIയിൽ മാത്രമായി ഒതുക്കി നിർത്തുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ്. നമ്മൾ ആ പോസ്റ്റർ അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മുടെ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് ഇത്തരം ഒരു കാര്യത്തിൽ ഈ എല്ലാ കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് കഴിയില്ല. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാതി എന്നുള്ളത് കോൺഗ്രസിൻ്റെ ആസ്ഥാനം റെയ്ഡ് ചെയ്ത് അവിടെ നിന്ന് പണം ആ വിധത്തിൽ പിടിച്ചെടുത്തു എന്നുള്ളതും ഇത് രാഷ്ട്രീയമായ ദുഷ്ടലാക്കോട് കൂടിയാണ്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ അവിടെ നിന്ന് പുറപ്പെടുവിച്ച പ്രസ്താവനയും ഇവിടെ അച്ചടിച്ച് വന്നിട്ടുള്ള പത്രങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ഇത്തരം കാര്യങ്ങളടക്കം വരുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടതാണ് താങ്കൾ ഉന്നയിക്കുന്നതായിട്ടുള്ളത് ആ ചോദ്യങ്ങളാണ് എങ്കിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് നമുക്ക് പോകാം. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടത് എന്താണ്? ഇവിടെ കിടപ്പാടമില്ലാത്തവർക്ക്, ഭവനരഹിതരായിട്ടുള്ള ആളുകൾ ഈ കേരളത്തിൽ വിശപ്പുരഹിത കേരളം എന്നുള്ളതിൽ നിന്ന് ഭവനരഹിതരില്ലാത്ത കേരളം എന്ന നിലയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാനായി കഴിയണം. അതിനാണല്ല ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് വന്നത്. ആ ലൈഫ് മിഷൻ പദ്ധതിയിൽ അതുമായി ബന്ധപ്പെട്ട് അവിടെ ലൈഫ് മിഷന് ഭൂമി അത്തരത്തിൽ സമ്മാനിച്ചവരുണ്ട്. സംഭാവന എന്ന് ഞാൻ പറയുന്നില്ല, ഭൂമി സമ്മാനിച്ചവരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ളവരിൽ കേരളത്തിലെ NGO യൂണിയൻ ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ സർവീസ് സംഘടനകളും സന്നദ്ധ സംഘടനകളും ഉണ്ട്. മാധ്യമ കുടുംബങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ ബിസിനസ് കുടുംബങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെല്ലാം അവരുടേതായിട്ടുള്ള മനുഷ്യത്വപരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇതിനെ കാണുന്നുണ്ട്. ഇതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ഇന്ന് ഒരു ബഹുമാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ ഒരു MLA അത്തരത്തിൽ ഒരു കത്ത് അയക്കുന്നുവെങ്കിൽ എന്നെ ആരെങ്കിലും വിളിച്ചോ, ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു എന്നുള്ളത് പോലെ CBI അത്തരത്തിൽ വരുന്നു എന്നുള്ള നിലയിലേക്കും ഈ കാര്യങ്ങളെല്ലാം ഇനി ഞങ്ങളാണ് ഇത് ശരി ഡോക്ടർ സമ്പത്ത്, നമ്മുടെ ആദ്യഘട്ടത്തിൽ താങ്കൾ ഈ കാര്യം വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ശരി, ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് CBI ഇപ്പോൾ ചെയ്യാനായി ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് മറ്റൊന്ന്. ശരി, മനസ്സിലായി. രണ്ട് ധ്രുവങ്ങൾ. ശരി, ഞാൻ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, CBIയോട് എന്താണ് കോൺഗ്രസിന്റെ യഥാർത്ഥ സമീപനം? ഞാനത് വളരെ ഒന്നുകൂടി അടിവരയിട്ട് ചോദിക്കുകയാണ്. യഥാർത്ഥ സമീപനം CBI P ചിദംബരത്തിനെതിരെ ഈ കേന്ദ്ര ഏജൻസികൾ നീങ്ങിയപ്പോൾ, അല്ലെങ്കിൽ സമാനമായി കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായപ്പോൾ, അത് റോബർട്ട് വാദ്രയുടെ കാര്യത്തിലായാലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലായാലും ഒക്കെ കോൺഗ്രസ് ഇത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു CBIയെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ആ നിലപാട് ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ നിലപാട് CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ? വിശ്വാസയോഗ്യമായ അന്വേഷണ ഏജൻസി എന്ന് കരുതുന്നുണ്ടോ കോൺഗ്രസ്? കോവിഷൻ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മളിന്നിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി, CPMന്റെ സംസ്ഥാന സമിതിയോ സെക്രട്ടേറിയറ്റോ ഏതോ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ സംസ്ഥാനത്ത് CBI അന്വേഷണത്തിന് സർക്കാർ നൽകിയിട്ടുള്ള ജനറൽ കൺസെൻറ്റ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അഭിപ്രായം പൊതുസമൂഹത്തിൽ വച്ചപ്പോഴാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയിട്ട് ഏകദേശം 18 മിനിറ്റ് കഴിഞ്ഞു.
താങ്കളുടെ ഇൻട്രോ കഴിഞ്ഞാൽ തന്നെ ഒരു 15 മിനിറ്റോളം ശ്രീ എ സമ്പത്ത് എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം വളരെ കാര്യമായി സംസാരിച്ചു. താങ്കൾ എത്ര ചോദിച്ചിട്ടും അദ്ദേഹം ദേശീയ തലത്തിലെ CBIയുടെയും നാഷണൽ ഏജൻസികളുടെയും പ്രസക്തിയെക്കുറിച്ചും അവരുടെ ഡ്രോബാക്സിനെ കുറിച്ചും പറയുന്നതല്ലാതെ നമ്മൾ ചർച്ചയ്ക്ക് വെച്ച വിഷയത്തിലേക്ക് അദ്ദേഹം ഒരു ഘട്ടത്തിലും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, വരുന്നില്ല എന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യകരമായ കാര്യം. താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറയാം. പറഞ്ഞില്ലെങ്കിൽ താങ്കൾ എന്നെ ഓർമ്മിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയുകയും ചെയ്യും. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം, നമ്മൾ ആദ്യം ഈ ടോപ്പിക്കിലേക്കൊന്ന് കയറിയിട്ട് വേണമല്ലോ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ. നമ്മുടെ മുമ്പിലുള്ള പരമപ്രധാനമായ വിഷയം ഇവിടെ താങ്കളൊന്ന് സൂചിപ്പിച്ചു, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ കേസ്, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കേസിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു കേസ് പുറത്തു വന്നത് തിരുവനന്തപുരം എയർപോർട്ടിലെ കസ്റ്റംസ് ഇത്തരത്തിൽ എന്താ പറയുന്നത് കോൺസുലേറ്റിലേക്ക് വന്നിട്ടുള്ള നയതന്ത്ര ബാഗേജിലൂടെ വന്നിട്ടുള്ള സ്വർണ്ണത്തെ സംബന്ധിച്ച് കസ്റ്റംസ് റെയ്ഡ് നടത്തുകയും പിടിക്കുകയും ചെയ്ത് അതിൻ്റെ പിന്നാലെ അന്വേഷണം പല വഴിക്ക് പോയപ്പോഴാണ് മുഖ്യമന്ത്രി നാഷണൽ ഏജൻസികളോട് ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി കത്തയച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ഘട്ടത്തിലും പറഞ്ഞില്ല എക്സെപ്റ്റ് CBI എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല. പക്ഷേ നാഷണൽ ഏജൻസികൾ ഇവിടെ രാഷ്ട്രീയമായി ഇടപെടുന്നു എന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ DYFI ആദ്യം പറഞ്ഞു, തൊട്ടു പിന്നാലെ CPMൻ്റെ പാർട്ടി ആദ്യം പരസ്യമായി പറഞ്ഞെങ്കിലും വരികൾക്കിടയിലൂടെ പറഞ്ഞു, പിന്നീട് പരസ്യമായി പറഞ്ഞു തുടങ്ങി. ഇവിടെ 2 വിഷയങ്ങളാണ് എനിക്ക് പ്രധാനമായി ശ്രീ എ സമ്പത്തിൻ്റെ മുന്നിലേക്ക് വെക്കാനുള്ളത്. ഒന്ന്, CPMനും സർക്കാരിനും 2 നയമാണോ 2 നിലപാടാണോ? ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നു ഏത് അന്വേഷണവും ആകട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗത്തു കൂടി, മറുഭാഗത്ത് പാർട്ടി പറയുന്നു ഈ അന്വേഷണമെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള വെറും തൊട്ടപ്പുറത്തുള്ള 1 കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള പാർട്ടി, എനിക്ക് നിങ്ങളുടെ എക്കോ വരുമ്പോൾ കുറേ സൗണ്ട്സ് കൂടെ വരുന്നുണ്ട്. പറഞ്ഞോളൂ, ഒന്നും പുറത്തേക്ക് കേൾക്കുന്നില്ല. ഈ പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടന്ന് ഒരു 500-600 മീറ്റർ അപ്പുറത്ത് എന്നാൽ AK സെന്ററിലെത്തും. അവിടെ പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിൽ ശ്രീ പിണറായി വിജയൻ കസേര മാറി മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിന്ന് മാറി പാർട്ടി നേതാവിൻ്റെ കസേരയിലിരിക്കുമ്പോൾ അഭിപ്രായം മാറുമോ? പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 16 അംഗങ്ങളാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ സമ്പത്തിൻ്റെ തെറ്റാണെങ്കിൽ അത് തിരുത്താം. ആ 16 പേരിൽ 6 പേരും സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. അപ്പോൾ ആ 6 പേരും 16 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഒരു അഭിപ്രായവും പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കും പിന്നെ സർക്കാരിനും വേറൊരു അഭിപ്രായവും ആകുന്നത് എങ്ങനെ? ശ്രീ ജ്യോതികുമാർ ചമക്കൽ, അവിടെ ഞാനൊന്ന് ഇടപെട്ട് തിരുത്തട്ടെ. അവിടെയാണ് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞത് ടൈറ്റാനിയം അഴിമതി കേസിന്റെ കാര്യത്തിൽ CBI അന്വേഷണം ഏറ്റെടുക്കാതിരിക്കുകയും ലൈഫ് മിഷന്റെ കാര്യത്തിൽ ഒരു പ്രതിപക്ഷ MLA ഒരു കോൺഗ്രസ് MLA പരാതി വന്ന ഉടനെ തന്നെ CBI അത് ചാടിക്കേറി ഏറ്റെടുക്കുകയും ചെയ്തു. അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായല്ലോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചതിനകത്ത് അദ്ദേഹത്തിന്റെ സമീപനവും നിലപാടുണ്ട്. അങ്ങനെയല്ല ഞാൻ അതല്ലോ പറഞ്ഞു വന്നത്. അദ്ദേഹത്തിന്റെ സമീപനം നിലപാടായിക്കോട്ടെ, ഞങ്ങളാരും ഇതിനൊന്നും എതിർക്കാൻ പോകുന്നില്ല. ഏത് അന്വേഷണത്തിനെയും ഞങ്ങൾ ഇങ്ങോട്ട് എതിർത്തിട്ടില്ല, എതിർക്കുകയുമില്ല. അപ്പോൾ അത് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്, ഞാൻ പറയാം. ഏതായാലും മുഖ്യമന്ത്രിയുടെ നിലപാട് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഒന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുമ്പോൾ മറ്റൊന്നും ആകുന്നത് എങ്ങനെയെന്നുള്ള വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അതെന്തായാലും ശ്രീ സമ്പത്ത് വിശദീകരിക്കും എന്നാണ് കരുതുന്നത്. മറ്റൊന്ന്, ഈ സംസ്ഥാനത്ത് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് സംസ്ഥാനത്ത് നിന്ന് ചർച്ച ചെയ്യാം. അതല്ല ദേശീയ തലത്തിലാണെങ്കിൽ ഈ സംസ്ഥാനത്ത് CBI അന്വേഷണത്തിനെതിരെ പിന്നെ CPM എടുക്കുന്ന നിലപാടും ദേശീയ തലത്തിൽ CPMനുള്ള നിലപാട് കൂടി നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ട് വരും സ്വാഭാവികമായിട്ടും. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് എടുത്ത നിലപാടുകളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് CBI കുറിച്ചുള്ള അഭിപ്രായമാണോ സംസ്ഥാനത്തുള്ളത്, അതോ ആ അഭിപ്രായത്തെ രാഷ്ട്രീയം സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ്? പറഞ്ഞോളൂ. നോക്കൂ ഇനി ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തെ സംബന്ധിച്ച് ജനറൽ കൺസെന്റ് ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 2017 ജൂൺ മാസം 8-ാം തീയതി CBIക്ക് നൽകിയിട്ടുണ്ട്. FCRയുടെ വയലേഷനുമായി ബന്ധപ്പെട്ട് താങ്കൾ സൂചിപ്പിച്ച് ശരിയാണ്, അതിൻ്റെ ഉത്തരവ് നമ്മുടെ കൈവശമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസിന് ഇത്തരത്തിലൊരു നിലപാടെടുത്തിട്ടുണ്ട്. CBI അന്വേഷണത്തിന് ജനറൽ കൺസെന്റ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പിന്നെ പശ്ചിമ ബംഗാളിൽ അങ്ങനെ തീരുമാനമുണ്ട്. ആന്ധ്രയിൽ ഉണ്ടായിരുന്നു, പിന്നീട് ജഗൻ റെഡ്ഡി വന്നതിന് ശേഷം മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും അവസാനം ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ രാജസ്ഥാനിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. ദേശീയ തലത്തിൽ കോൺഗ്രസും BJPയും വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് പരസ്പര വൈരികളായി നിൽക്കുകയാണ്. അപ്പോൾ നാഷണൽ ഏജൻസികൾക്കൊന്നും ഞങ്ങളെതിരല്ല. പക്ഷേ നാഷണൽ ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ താങ്കൾ മുമ്പ് ചോദിച്ചല്ലോ ചിദംബരത്തിനെതിരായിട്ടുള്ള കേസിനെ സംബന്ധിച്ച്, താങ്കൾ ചോദിച്ചല്ലോ പിന്നെ എന്താ പറയുന്നത് റോബർട്ട് വദ്രയ്ക്കുള്ള എതിരായിട്ടുള്ള കേസ്, ചിദംബരത്തിനെതിരായിട്ടുള്ള കേസൊക്കെ നമുക്ക് വളരെ ക്ലിയർ അല്ലേ? ഉണ്ട്.
വളരെ വ്യക്തമാണ്. അവിടെ മാത്രമല്ല, മധ്യപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട്. കമൽനാഥിന്റെ ബന്ധുവിനെ പിന്നെ ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്, ED ഉൾപ്പെടെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എവിടെയാണോ അവിടെയൊക്കെ പിന്നെ സർക്കാരിനെ പിന്നെ എന്താ പറയുക അട്ടിമറിക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ രാഷ്ട്രീയമായി ഇത്തരത്തിൽ നാഷണൽ ഏജൻസികളെ ഉപയോഗിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതിനെ എതിർക്കുന്നുമുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് സംശയം ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നീക്കമാണോ എന്ന് നിങ്ങൾക്ക് സംശയമില്ല? നോക്കൂ, ഞാൻ അതിലേക്ക് അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തരാം. ഞാൻ അത് പറഞ്ഞു വന്നത്, ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നാഷണൽ ഏജൻസികളെ ഞങ്ങൾക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ നാഷണൽ ഏജൻസികളെ ഭരണകർത്താക്കൾ രാഷ്ട്രീയമായ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങൾ താങ്കൾ DK ശിവകുമാറിനെ കുറിച്ച് ചോദിച്ചു. കുമാരസ്വാമി സർക്കാരിനെ നിലനിർത്താൻ ആർജവത്തോടുകൂടി നെഞ്ചുവിരിച്ച് നിന്നത് DK ശിവകുമാറാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നെ എന്താ പറയുന്നത് ഇത്തരത്തിൽ കേസിൽപ്പെടുത്താൻ ശ്രമിച്ചത്. ചിദംബരത്തെ അകത്തിട്ടത് എന്തിന്റെ പേരിലാണെന്ന് നമുക്കറിയാം. കാരണം അവിടെ ചിദംബരമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളത്. അതിന് രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് നമുക്കറിയാം. റോബർട്ട് വധേരയെ സംബന്ധിച്ച് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത്രയും ആയല്ലോ. എന്തെങ്കിലും ഒരു കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഈ ചിദംബരത്തെ സംബന്ധിച്ച് നോക്കൂ, CBI കേസ് തന്നെ, CBI തന്നെ അവസാനം അദ്ദേഹത്തിനെ ഒരു കേസിൽ കുറ്റമുക്തനാക്കില്ലേ? ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ ഈ മുന്നോട്ട് വെച്ച യുക്തി തന്നെ തിരിച്ച് അപ്ലൈ ചെയ്ത് നോക്കൂ. അല്ല, ഒരു ഒറ്റ സെക്കൻഡ്, താങ്കൾ ഈ പറഞ്ഞ യുക്തി തന്നെ തിരിച്ചു വെച്ച് നോക്കൂ. ഇപ്പോൾ ഈ CBI ഈ കേസിലെടുത്ത നിലപാടിൽ പോലും കോടതിയിൽ പൂർണ്ണമായ അംഗീകാരം കിട്ടിയില്ല. ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ തൊട്ട് മുൻപ് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ CBI അന്വേഷണം എന്ന് ഒരു ആക്ഷേപം ഇടതുമുന്നണി ഉന്നയിച്ചാൽ താങ്കൾക്കത് കർണാടകത്തിൽ ശരിയാണ്, താങ്കൾക്കത് ആന്ധ്രാപ്രദേശിൽ ശരിയാണ്, താങ്കൾക്കത് തമിഴ്നാട്ടിൽ ശരിയാണ്, പക്ഷെ കേരളത്തിൽ മാത്രം ശരിയല്ല. താങ്കൾ അത് ചോദിക്കുകയേ വേണ്ട, അതിന് ഉത്തരം ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുക. താങ്കൾ 2 മിനിറ്റ് കൂടെ എനിക്ക് തന്നാൽ മതി. നോക്കൂ, ഇതിനെ സംബന്ധിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു, മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ BJP അട്ടിമറിച്ചുകൊണ്ട് വളരെ കൃത്യമായി അധികാരത്തിലേക്ക് വന്ന സർക്കാരുകളെ തുടക്കത്തിൽ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കർണാടകയിൽ മറിച്ചിട്ടുകൊണ്ട് പകരം BJPക്ക് അധികാരത്തിൽ വരുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ കേസ് താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇവിടുത്തെ കേസിനെ സംബന്ധിച്ച് ഇവിടുത്തെ കേസ് എന്താണ്? ഈ സർക്കാരിനെ സംബന്ധിച്ച് ആരെ അട്ടിമറിച്ചിട്ടാണ് പോകുന്നത്? എന്തിനാ ആരെ അട്ടിമറിക്കേണ്ടി വരുന്നത്? ഈ സർക്കാരിനെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിൽ നോക്കൂ, ഈ കേസ് വന്നു. ഈ കേസ് നമ്മളാരെങ്കിലും കൊണ്ടുവന്നാണോ? കസ്റ്റംസ് അവിടെ പിടിക്കപ്പെട്ടപ്പോൾ സ്വപ്ന സുരേഷിന് ഈ സർക്കാരുമായി അല്ലെങ്കിൽ ലൈഫ് മിഷനുമായൊക്കെ ഇത്രയും ബന്ധമുണ്ടെന്ന് നമ്മളാരെങ്കിലും കണ്ടിരുന്നോ? ആ അന്വേഷണം പോയപ്പോൾ താങ്കൾക്ക് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ലേ ലൈഫ് മിഷനിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന്? അപ്പോൾ അന്വേഷണം ഓരോ വഴി കടന്നു പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അത് എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നിപ്പോൾ നോക്കൂ, നമ്മൾ അത് ചർച്ച ചെയ്തുകൊണ്ട് പല ചാനലുകളും ആ ചർച്ച ചെയ്യുന്നത്. ED വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പല പ്രാവശ്യം ഇത്തരത്തിൽ നയതന്ത്ര ബാഗേജിനെ സംബന്ധിച്ച് അത് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റംസിനെ വിളിച്ചിരുന്നു എന്ന്. എത്രയോ പ്രാവശ്യമായി CPMന്റെ നേതാക്കൾ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞു, വെല്ലുവിളിച്ചില്ലേ ഞങ്ങളെയൊക്കെ? ഇപ്പോ അതെല്ലാം ശരി, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സീൽ വെച്ച കവറിൽ രേഖകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു തീർപ്പുണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ ബുധനാഴ്ച വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ NIA കോടതിയിൽ 2 പേർക്ക് കൂടി ജാമ്യം നൽകിയിട്ടുണ്ട്. ഭീകരവാദ ബന്ധമെന്ന് 100 ദിവസമായി പറയുകയല്ലാതെ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് NIA കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് അന്വേഷണമൊന്നും ഇതുവരെ നിന്നിടത്ത് നിന്ന് അധികമായി ആരെങ്കിലും പ്രതി ചേർക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലേക്ക് ഒന്നും നീങ്ങിയിട്ടില്ല 100 ദിവസം കഴിഞ്ഞിട്ടും എന്ന വസ്തുതയാണ് ഈ മണിക്കൂറിൽ, ഈ നിമിഷത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. മറ്റൊന്നുണ്ടാവട്ടെ, അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നത് കോടതിയാണ്. കോടതി ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തിരിക്കുകയാണ്. 28-ാം തീയതി ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തിരിക്കുകയാണ് ആണല്ലോ. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടല്ലോ. നമ്മളിതെല്ലാം വെച്ചുകൊണ്ടാണല്ലോ ഇത്രയും ദിവസം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏകദേശം 108 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 88ഉം 20ഉം 108 110 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 111 ദിവസമായി ഇന്നിപ്പോൾ ഈ ചർച്ച ആരംഭിച്ചിട്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തിനാണ് CBI വരുന്നത് എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ഇവിടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആക്ഷേപം വരുമ്പോൾ, ആരോപണങ്ങൾ വരുമ്പോൾ സംസാരിക്കുന്ന തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? ആ ലൈഫ് മിഷനെ സംബന്ധിച്ചും ശ്രീ സമ്പത്ത് അതിന്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. ലൈഫ് മിഷനിൽ ഇത്തരത്തിൽ 140 വീട് വെച്ച് കൊടുക്കും എന്ന് UAE കോൺസുലേറ്റ് പറയുമ്പോൾ റെഡ് ക്രസന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. റെഡ് ക്രസന്റും ലൈഫ് മിഷൻ അല്ല, അതിന്റെ ഡെപ്തിലേക്ക് നമ്മൾ ഒരുപാട് പോയതാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ ഇടപെടാനുള്ള കാരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ CBI അല്ല, ലൈഫ് മിഷനിലെ CBI അന്വേഷണത്തെ കുറിച്ച് മാത്രമല്ല, കോൺഗ്രസ് എന്താണ് ഇവിടെ പറഞ്ഞത്? CBI വരട്ടെ എന്നതായിരുന്നല്ലോ നിങ്ങളുടെ നിലപാട്. ഏത് കേന്ദ്ര ഏജൻസിയും വരട്ടെ, അന്വേഷിക്കട്ടെ, കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ എന്ന് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് കത്തെഴുതി കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ കോൺഗ്രസ് ഇവിടെ എടുത്ത നിലപാട് CBI അന്വേഷണം വേണമെന്നാണ്. താങ്കൾ ഓർക്കുന്നില്ലേ? പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് ഓർക്കുന്നില്ലേ? അപ്പോൾ CBIയുടെ നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് മാത്രമാണോ തൊട്ടുകൂടായ്മ? കേരളത്തിനകത്ത് CBI അന്വേഷിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നു. CBI വന്ന് ഏറ്റെടുത്ത ശേഷം എടുത്ത നിലപാടല്ല ഇത്.
CBI അന്വേഷിക്കണമെന്ന നിലപാടാണ് നിങ്ങൾ കേരളത്തിൽ എടുത്തത്. പക്ഷെ പുറത്ത് നിങ്ങൾക്ക് ആ കേന്ദ്ര ഏജൻസിയെ വിശ്വാസവുമില്ല. അത് ഇരട്ടത്താപ്പല്ലേ, രാഷ്ട്രീയ പ്രേരിതമല്ലേ, രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ലേ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. നോക്കൂ ഗോപീഷൻ, വളരെ കൃത്യമായി പറയാം. അതിന് ഞാൻ കടമെടുക്കുന്ന വാചകങ്ങൾ ശ്രീ സമ്പത്തിൻ്റേത് തന്നെയാണ്. ദേശീയ തലത്തിൽ ഇപ്പോഴുള്ള ഏജൻസി, പ്രീമിയർ ഏജൻസി എന്ന് പറയുന്നത് ഇത്തരം കേസുകൾ അന്വേഷിക്കുവാൻ CBI തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ കടമെടുക്കുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ ചില സർക്കാരുകളെ കൃത്യമായി രാഷ്ട്രീയമായ പകപോക്കൽ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ നിലപാട് നാഷണൽ ഏജൻസികളോട്, രാഷ്ട്രീയമായ പകപോക്കലിന് ദേശീയ ഭരണ നേതൃത്വം അതിനെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾ അതിനെ എതിർത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ എതിർത്തിട്ടില്ല. ഒന്ന്. രണ്ട്, ഇവിടെ അത്തരത്തിലൊരു അട്ടിമറിയുടെ പ്രസക്തി ഇപ്പോൾ നിലവിലില്ല എന്ന് മാത്രമല്ല, ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഏത് അന്വേഷണവും ആകാമെന്ന് പറഞ്ഞതിനകത്ത് CBI പെടുന്നില്ലേ? അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ ഒരു MLA കൊടുത്തതുകൊണ്ട് മാത്രമാണോ പ്രശ്നം? ഡോക്ടർ സമ്പത്തിനോട് ചോദിച്ചു, എനിക്ക് താങ്കൾ പറയേണ്ടത് എന്താണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല? കേരളത്തിന് പുറത്ത് CBI കൊള്ളില്ല, കേരളത്തിനകത്ത് CBI വിശ്വസിക്കാൻ കൊള്ളാവുന്ന അന്വേഷണ ഏജൻസി, ഇതെങ്ങനെ ശരിയാകും? ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ലളിതമായി ചോദിച്ചു. ഒറ്റ മിനിറ്റിൽ ഒറ്റ വാചകത്തിൽ ഉത്തരം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നാഷണൽ ഏജൻസികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷേ രാഷ്ട്രീയമായ മുതലെടുക്കുമ്പോൾ മാത്രമേ അത് വിവാദമായിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് നോക്കൂ, CPM-ന്റെ നിലപാട് നോക്കൂ. CPM-ന് സംസ്ഥാനത്ത് ഇത്തരത്തിൽ CBI എൻക്വയറിയെ എതിർക്കുമ്പോൾ ശാരദാ ചിട്ടി ഫണ്ടിൽ ഉൾപ്പെടെ ഈ അടുത്ത സമയത്താണ് CPM-ന്റെ സംസ്ഥാന കേന്ദ്ര നേതൃത്വം CBI-യുടെ ആസ്ഥാനത്തിന് മുന്നിൽ സമരം നടത്തിയിട്ടുള്ളത്. എന്തിന്റെ പേരിലാണ്? ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പ് കേസിലെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അത്തരത്തിൽ CBI എൻക്വയറി വേണമെന്ന് ആവശ്യപ്പെട്ടത് CPM-ആണ്. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെയാണ് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ക്ലിപ്പിംഗ്സ് വേണമെങ്കിൽ ഞാൻ തരാം. പാർലമെന്റിൽ ഉൾപ്പെടെ പ്രത്യേക പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട് CPM-ന്റെ രാജ്യസഭയിലെ അംഗങ്ങൾ. അപ്പോൾ CBI-യുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ഉൾപ്പെടെ CPM-ന്റെ രാജ്യസഭാംഗങ്ങൾ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പിന്റെ കേസിൽ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിനെതിരായി CPM-ന് CBI എൻക്വയറി ആകാം. കേരളത്തിൽ CPM-ന് CBI എൻക്വയറി ആയാലും ഇനി കേരളത്തിലേക്ക് വരൂ. കേരളത്തിൽ വന്നാൽ തന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞു എന്താ ടൈറ്റാനിയം കേസിനെ കുറിച്ച്. ഏറ്റവും അവസാനം ഇവിടെ P. ജയരാജനെതിരെ അന്വേഷണം വന്നാൽ അത് പാടില്ല. അതിനപ്പുറത്തേക്ക് ഷുഹൈബിനെതിരെ അന്വേഷണം വന്നാൽ പാടില്ല. എത്ര ലക്ഷം രൂപ മുടക്കിയാലും പുറത്തുനിന്ന് ആളിനെ കൊണ്ടുവരും. പേരിയ കൊലക്കേസിനെ സംബന്ധിച്ച് അത് അന്വേഷിക്കാൻ പാടില്ല. എത്ര ലക്ഷം രൂപ മുടക്കിയാലും സർക്കാരിലെ ഖജനാവിലെ പൈസ മുടക്കിയ ആളുകളെ കൊണ്ടുവരും അതിനെ നേരിടാൻ വേണ്ടി. മറിച്ച് ഇപ്പൊ തന്നെ ചിറ്റാറിലെ മത്തായിയുടെ മരണത്തെ സംബന്ധിച്ച് CBIക്ക് വിട്ടിരിക്കുന്നു. നെടുങ്കണ്ടത്തെ രാജ്കുമാറിന്റെ മരണത്തെ സംബന്ധിച്ച് CBIക്ക് വിട്ടിരിക്കുന്നു. പോപ്പുലർ ഫിനാൻസിന്റെ തട്ടിപ്പിനെ സംബന്ധിച്ച് CBIക്ക് വിട്ടിരിക്കുന്നു. അപ്പൊ സർക്കാരിനെ അതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ അതൊക്കെ ആരാണ് CBIക്ക് വിട്ടത്? കോടതിയാണ് CBIക്ക് വിട്ടത്. സർക്കാരോ കോടതി? അതെ. അപ്പൊ എന്റെ ചോദ്യം അതാണ്. പേരിയ കൊലക്കേസിലും ഷുഹൈബിന്റെ കേസിലും അത്തരത്തിൽ CBI കോടതി വിടണം എന്ന് സർക്കാർ തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ കീഴ്ക്കോടതി പറയുകയോ ചെയ്യുമ്പോൾ അതിനെതിരെ ലക്ഷങ്ങൾ മുടക്കി അപ്പീൽ പോകുന്നത് എന്തുകൊണ്ട്? P. ജയരാജന്റെ കേസിലായാലും അതുപോലെ ഷുഹൈബിന്റെ കേസിലായാലും പേരിയ കൊലക്കേസിലെ. ശരി, നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ അഡ്വക്കേറ്റ് സുരേഷിലേക്ക് ഇതുവരെ പോയില്ല. ഏതാണ്ട് അരമണിക്കൂറായി ഞാൻ അദ്ദേഹത്തോടും അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയോടും ഈ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ രണ്ടുപേരും ദയവായി ക്ഷമിക്കണം. ഞാൻ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ഒരു അല്പം സമയം എടുത്തതാണ്. അഡ്വക്കേറ്റ് സുരേഷ്, ശ്രീ പ്രിയദർശൻ തമ്പി രണ്ടുപേരിലേക്ക് ഞാൻ വരുന്നു. അഡ്വക്കേറ്റ് സുരേഷ്, പ്രശ്നത്തിലാവുകയാണല്ലോ കേന്ദ്ര സർക്കാർ. പശ്ചിമ ബംഗാൾ CBI വേണ്ട എന്ന് പറഞ്ഞു, ആന്ധ്രാപ്രദേശ് CBI വേണ്ട എന്ന് പറഞ്ഞു, ഛത്തീസ്ഗഡ് CBI വേണ്ട എന്ന് പറഞ്ഞു, രാജസ്ഥാൻ CBI വേണ്ട എന്ന് പറഞ്ഞു, മഹാരാഷ്ട്ര CBI വേണ്ട എന്ന് പറഞ്ഞു, കേരളവും പറയാൻ പോകുന്നു CBI വേണ്ട എന്ന്. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തതിനുള്ള ഫലമായി ഇത് കാണേണ്ടി വരില്ലേ അഡ്വക്കേറ്റ് സുരേഷ്? ശ്രീ ഗോപികൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന 1961 ഡൽഹി പോലീസ് ആക്ട് പ്രകാരം ഉണ്ടാക്കിയ CBIയെ കുറിച്ചാണ്. എനിക്ക് ബഹുമാന്യനായിട്ടുള്ള ശ്രീ സമ്പത്തിനോട് പറയാനുള്ളത്, ശ്രീ സമ്പത്ത് 57 വർഷം കഴിഞ്ഞു. ഈ 57 വർഷം കഴിഞ്ഞ CBIയെ സംബന്ധിച്ച് കേരളത്തിൽ ഇനി CBIയെ കടത്തണോ വേണ്ടേ എന്ന് 57 വർഷത്തിന് ശേഷം ചിന്തിക്കുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് ഇന്ത്യയിൽ വലിയ വസന്തമൊക്കെ ഉണ്ടാക്കി ഇന്ത്യ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് 10 വർഷക്കാലം ഇന്ത്യ ഭരിച്ച സമയത്തൊന്നും നിങ്ങൾക്ക് ഈ CBI നിയന്ത്രിക്കണമെന്നോ അതിൻ്റെ ആക്ട് മാറ്റണമെന്നോ അത് പാർലമെൻ്ററി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ നടപ്പാക്കണമെന്നോ ഒന്നും തോന്നിയില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി സാക്ഷാൽ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനുമൊക്കെ കേന്ദ്ര ഏജൻസികളുടെ ട്രാപ്പിലായപ്പോൾ
അവരെല്ലാം ജയിലിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നു എന്ന സന്ദേഹവും സംശയവും ഉണ്ടായ സമയത്ത് ഈ 57 വർഷത്തിന് ശേഷം CBI ഇത്ര ദ്രോഹമാണ് എന്ന് തോന്നിയത് എല്ലാ പ്രതികൾക്കും തോന്നുന്ന പൊതുവികാരമാണ്. അത് കോടിയേരി ബാലകൃഷ്ണനും ശ്രീ പിണറായി വിജയനും മാത്രമല്ല, സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ഉൾപ്പെടെ ഇതേ വികാരം തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ കേരളത്തിൽ CBIയെ സംബന്ധിച്ചുള്ള കേസ്, അവസാനം കേരളത്തിൽ എടുത്തിരിക്കുന്ന കേസ് 2020 4 മാസമാണ്. അത് വുഡ് ആൻഡ് ഡാഡ് കേസാണ്. ആ കേസ് CBIക്ക് വിട്ട ആളിൻ്റെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ 2017 ജൂൺ മാസം 13 FCRA കേസുകൾ CBIക്ക് വിടുന്നതിനുള്ള കൺസെന്റ് പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവ് തന്നെ കൊടുത്തിട്ടുണ്ട്. ജനറൽ കൺസെന്റ് നിങ്ങൾ ഈ പറയുന്നത് പോലെ ജനറൽ കൺസെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ പറയുന്നത് പോലെ CBI കയറണ്ട എന്നങ്ങ് പാസ്സാക്കിയെന്നിരിക്കട്ടെ, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ശ്രീ എ സമ്പത്ത്, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഒരു ഫെഡറൽ സംവിധാനമാണ്. ഇന്ത്യൻ പാർലമെന്റാണ് ഈ രാജ്യത്തിൻ്റെ പരമോന്നത അധികാരം. അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ നിങ്ങൾ CBI ഇവിടെ വരണ്ട എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി വിടുന്ന കേസുകൾ, CRPC പ്രകാരം ഹൈക്കോടതി വിടുന്ന കേസുകളിൽ CBI അന്വേഷിക്കും. അതോടൊപ്പം തന്നെ FCRA നിയമം ഉൾപ്പെടെയുള്ള കേസുകൾ CBIക്ക് അന്വേഷിക്കാം. അതൊന്നും പിണറായി വിജയന്റെയും മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടേറിയറ്റിന്റെയും ഔദാര്യവും അനുകമ്പയും കൺസെന്റും കൺകറൻസും ഒന്നും ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അങ്ങേ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് പ്രതിയായി കുടുങ്ങുമെന്ന് പറയുമ്പോൾ, ഹലോ എന്താ ഗോപീഷൻ? പറയൂ. പ്രതിയാക്കപ്പെടും എന്ന് ഉറപ്പാകുന്ന സമയത്ത് ഇന്ന് ഇത് പറയാൻ മറ്റൊരു കാരണമുണ്ട് ശ്രീ ഗോപികൃഷ്ണൻ. ഇന്ന് ഇത് പറയാനുള്ള കാരണം ജൂലൈ 6 അതായത് കള്ളക്കടത്ത് പിടിച്ച് അടുത്ത ദിവസം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലോട് വിളിച്ചു പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്ത് ബാഗേജ് കടത്താൻ വേണ്ടി ഓഫീസിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഈ 110 ദിവസമായിട്ട് ശ്രീ എ സമ്പത്ത് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ഇവിടുത്തെ ചർച്ചയിൽ വന്ന് ഞങ്ങളോട് ചോദിച്ചത് എവിടെയാണ് ആ ഫോൺ ചെയ്തത്, ആരാണ് ഫോൺ ചെയ്തത് എന്നാണ് ചോദിച്ചത്. ഇന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം കസ്റ്റംസിന്റെ പ്രോസിക്യൂട്ടർ ഹൈക്കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ശിവശങ്കരനാണ് ഈ കള്ളക്കടത്ത് സാധനം വിട്ടുകിട്ടുന്നതിന് വേണ്ടി പലവട്ടം ഫോൺ ചെയ്തത് എന്നുള്ള ആ വസ്തുതയും പുറത്തു വന്നിരിക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷിന്റെ മുഖം ഉപയോഗിച്ച് ശിവശങ്കരനാണ് കോടതിയിൽ വ്യക്തമാക്കിയത് കേട്ടോ. ED ആണ് പറഞ്ഞത്, പക്ഷേ കസ്റ്റംസ് എതിർത്തില്ല. ED വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഡോളർ കടത്തിയതിന്റെ പേരിൽ ശിവശങ്കരൻ കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനം ദുരുപയോഗം ചെയ്തു എന്ന് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വ്യക്തമാക്കലുകൾ വന്നിരിക്കുന്ന സമയത്ത് 1963 ഉണ്ടാക്കിയ CBIയെ കുറിച്ച് ഒരു ചർച്ച ചെയ്ത് കള്ളക്കടത്തുകാരെ സംരക്ഷിച്ചു കളയാമെന്നുള്ള മൂഢ വിചാരമാണ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു താങ്കൾ മറുപടി പറയേണ്ടത്, നേരത്തെ ഞാൻ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിച്ചതുപോലെ തന്നെ താങ്കൾ മറുപടി പറയേണ്ടത് കേരളത്തിലെ ഒരു ഒറ്റ സംഭവത്തിന്റെ കാര്യമല്ല. പശ്ചിമ ബംഗാളിൽ, ആന്ധ്രാപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിൽ, മഹാരാഷ്ട്രയിൽ വേണ്ട CBI എന്ന നിലപാടാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത എങ്ങനെയാണ് ഈ സംസ്ഥാനങ്ങൾ കാണുന്നതെന്ന് താങ്കൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ കേരള സർക്കാരിനെ താങ്കൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രതിരോധത്തിൽ നിർത്തുമ്പോഴും ഒരു കാര്യമുണ്ട്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്ന് അന്വേഷിക്കട്ടെ എന്ന നിലപാടെടുത്തൊരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം കേന്ദ്ര സർക്കാരിന് കത്തെഴുതി അവർ വന്ന് അന്വേഷിക്കട്ടെ എന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം എഴുതിയില്ലെങ്കിലും അവർ വരുമായിരിക്കും. എന്തായാലും അദ്ദേഹം ആ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങു വന്നോളൂ, അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞതിൻ്റെ വീമ്പിളക്കലുമായിട്ട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് വന്നത് എന്ന് വീമ്പിളക്കി ഒരുമാതിരി ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രി എട്ടുകാലി മമ്മൂഞ്ഞ്, സഖാവ് എട്ടുകാലി മമ്മൂഞ്ഞിന് വേഷം കെട്ടിയ കഥയായിരുന്നല്ലോ 100 ദിവസത്തെ കഥ.
അതിനെക്കുറിച്ചൊക്കെ വീമ്പിളക്കിയവരല്ലേ ഇന്ന് പറയുന്നത് CBI ഇങ്ങോട്ട് വരണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് എന്ന്. അല്ല, അപ്പോൾ അവിടെ ഇതെന്താ അവിടെ പ്രശ്നം? CBIയുടെ ആദ്യം ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാരിന് സ്വാഭാവികമായും CPIഎമ്മിന് സ്വാഭാവികമായും സംശയമുണ്ട്. അതാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇത് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യും എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു, അതുകൊണ്ട് ഇനി അനുമതി നൽകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്ന്. മറ്റ് അന്വേഷണ ഏജൻസികളോട് എടുത്ത സമീപനം CBIയുടെ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയില്ല എന്ന്. അതെന്തുകൊണ്ടായിരിക്കാം? ശ്രീ ഗോപികൃഷ്ണൻ VS അച്യുതാനന്ദൻ ബാർക്കോഴ കേസ് CBIക്ക് വിടണമെന്ന് പറഞ്ഞു. പൊള്ളാച്ചി ലൈംഗിക പീഡന കേസ് CBIക്ക് വിടണമെന്ന് പറഞ്ഞത് CPM ആണ്. ശാരദ ചിട്ടി ഫണ്ട് കേസ് CBIക്ക് വിടണമെന്ന് പോളിറ്റ് ബ്യൂറോ മുതൽ വെസ്റ്റ് ബംഗാൾ CPM ഘടകം വരെ പറഞ്ഞു. അതോടൊപ്പം തന്നെ മാംഗ്ലൂരിലെ സൗജന്യ എന്ന് പറയുന്ന പാവപ്പെട്ട പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അത് CBI അന്വേഷണത്തിന് വിടണമെന്ന് ആവശ്യപ്പെട്ടു. കേരളത്തിൽ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടു. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ വിട്ടത് പ്രകാരമാണ് വുഡ് ആൻഡ് ഡാഡ് കേസ് CBI കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോഴൊന്നുമില്ലാത്ത രാഷ്ട്രീയ അതോടൊപ്പം തന്നെ ടൈറ്റാനിയം കേസിനെ കുറിച്ചും മാറാട് കേസിനെ കുറിച്ചും ഇവർ വാചാലനാകുന്നു. ഈ സമയത്തൊന്നും ഇല്ലാത്ത രാഷ്ട്രീയ വിവേചനം ഈ CBI കാണിക്കുമെന്ന് ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ഒക്കെ കുടുങ്ങുമെന്നായപ്പോൾ ഇവർ വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പിണറായി വിജയൻ സർക്കാരും കോടിയേരി ബാലകൃഷ്ണൻ മാത്രമല്ല സന്ദീപ് നായരും സ്വപ്ന സുരേഷും ഉൾപ്പെടെയുള്ളവരുടെ വികാരമാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് രണ്ടാം ഘട്ടത്തിൽ വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ശരിക്കും ഒരു ഒറ്റ മിനിറ്റ് ഞാൻ വരാം പ്ലീസ്. ദയവായി ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. എനിക്കൊരു ഇടവേള എടുക്കേണ്ട സമയമാണ്, പക്ഷെ ഞാൻ ആ ഇടവേള ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം നമ്മുടെ പാനലിസ്റ്റുകളിൽ ഒരാളായ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ഇടവേളയിലേക്ക് പോകുന്നത് അദ്ദേഹത്തോടുള്ള ഒരു അനാദരവ് കൂടിയാകും. അഡ്വക്കേറ്റ് പ്രിയദർശൻ, ഞാൻ വരാം താങ്കളുടെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. ഇതിനകത്ത് ഒരുപാട് ഞാൻ തരും നിയമ സാങ്കേതിക പ്രശ്നങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം CBIയുടെ ഈ വരവിനെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്നതാണ് സ്വാഭാവികമായും ചർച്ച കാണുന്ന ഒരു സാധാരണക്കാരൻ ആദ്യം അറിയേണ്ടി വരിക. എത്രത്തോളം നിയന്ത്രിച്ചു നിർത്താൻ കഴിയും CBIയുടെ വരവിന് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ? തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ചുള്ള നിയമ പ്രശ്നങ്ങളിൽ വലിയ തർക്കങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് ഉണ്ടായ ഈ CBI എന്ന് പറയുന്ന സംവിധാനം, നമുക്കറിയാം നമ്മുടെ ഭരണഘടന വളരെ ഉദാത്തമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണഘടനയാണ്. സമാനതകളില്ലാത്ത ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. അതുകൊണ്ട് തന്നെ വളരെ 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 അടിസ്ഥാനപരമായ നിർവചനങ്ങളുണ്ട് എന്തൊക്കെയാണ് അധികാരങ്ങൾ എന്നുള്ളത്. സത്യത്തില് ഈ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ പർവ്യൂവിൽ വരുന്ന കാര്യമാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിന് ഒരു എന്താ പറയുക, അതിനൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നതാണ് CBI അന്വേഷിക്കേണ്ട ചില കേസുകൾ. എന്നാൽ CBIയിലെ ഈ ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ സെക്ഷൻ 3 തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു ജനറൽ കൺസെന്റ് സംസ്ഥാന ഗവൺമെന്റുകളുടെ ഒരു ജനറൽ കൺസെന്റ് ഉണ്ടാവണം. ജനറൽ കൺസെന്റ് വിഡ്രോ ചെയ്യാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഉണ്ട് എന്ന് ഈ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആക്ടിൽ ജനറൽ കൺസെന്റ് വിഡ്രോ ചെയ്താൽ സ്വാഭാവികമായിട്ടുള്ള CBIയുടെ ഈ നേരിട്ടുള്ള പ്രയാണത്തിന് അല്ലെങ്കിൽ നേരിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു തടയിടും എന്നുള്ള സംസ്ഥാന ഗവൺമെന്റ് ജനറൽ കൺസെന്റ് പിൻവലിച്ചാൽ അതിന് തടയിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളായ കോടതികൾക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിക്ക്, സുപ്രീം കോടതിക്ക് ഏത് കേസുകളും ജസ്റ്റ് ആൻഡ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ അല്ല സംസ്ഥാന പോലീസ് നടത്തുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു CBI അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് ജനറൽ കൺസെന്റ് പിൻവലിച്ചാൽ പോലും കോടതികൾക്ക് അത്തരത്തിൽ CBI എൻക്വയറിക്ക് ഓർഡർ ഇടാനുള്ള അധികാരം കോടതികൾക്കുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയാണല്ലോ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി CBI ഇപ്പോൾ അന്വേഷിക്കുന്നത്. അത് തടയിടാൻ, അത് നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ? ലൈഫ് മിഷൻ പദ്ധതിയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ കോടതിയുടെ സ്റ്റേ ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിധിന്യായത്തിൽ നിന്ന് തന്നെ ലൈഫ് മിഷനെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിധിയുണ്ട്. തീർച്ചയായിട്ടും അത് നിയന്ത്രിക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടതി ഇടപെട്ടില്ലെങ്കിൽ അത് നിയന്ത്രിക്കാൻ കഴിയും, ഇത്തരത്തിലുള്ള കൺസെന്റ് പിൻവലിച്ചാൽ എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. സംശയിക്കാൻ കാരണം ഈ FCRA വയലേഷൻ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് ഇതുപോലെ ഒരു സമീപനം സ്വീകരിച്ച് CBI അകറ്റി നിർത്താൻ കഴിയുമോ എന്നാണ്. അല്ല, തീർച്ചയായിട്ടും FCRA സംബന്ധിച്ചുള്ള കേസുകൾ അന്വേഷിക്കാനുള്ള അവകാശം ജനുവരി 2020 ജനുവരിക്ക് മുമ്പ്
ഈ പറയുന്ന രജിസ്റ്റർ ചെയ്യാത്ത കമ്പനികളെ സംബന്ധിച്ച് CBIക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിസ്തർക്കം നമുക്ക് പറയാം CBIക്ക് അവകാശമുണ്ട്. എന്നാൽ FCRA അട്രാക്ട് ചെയ്യാത്ത, പ്രൈമ ഫേസി അട്രാക്ട് ചെയ്യാത്ത സംഭവങ്ങൾ CBI മനഃപൂർവ്വം അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ആരോപണം. അത് സംബന്ധിച്ചുള്ള വളരെ വളരെ വിശദമായ നിയമപ്രശ്നം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ ഇപ്പോൾ ഇരിക്കുന്നതാണ്. അതിലാണ് ഇപ്പോൾ ഒരു സ്റ്റേയും കിട്ടിയിട്ടുള്ളത്, സ്റ്റേ ഓർഡർ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് FCRA നിയമം സ്ട്രിക്റ്റ് സെൻസിൽ ഉള്ള കേസാണെങ്കിൽ CBIക്ക് അന്വേഷിക്കാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ സമ്പത്ത്, ഈ CBIയോട് ഇപ്പോൾ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടും ഈ അനുമതി നൽകണ്ട എന്ന് സർക്കാർ തീരുമാനമെടുക്കണമെന്ന സമീപനമൊക്കെ ഒരു ഇരട്ടത്താപ്പായി ഈ സ്വർണ്ണക്കടത്ത് കേസിലും ലൈഫ് മിഷനിലുമുള്ള അന്വേഷണത്തെ ഭയന്നുമൊക്കെയാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് കാണേണ്ടി വരും. മുൻകാലത്ത് പാർട്ടി സ്വീകരിച്ച സമീപനങ്ങളൊക്കെ പരിശോധിച്ചാൽ എന്ന ഒരു നിലപാട് ജ്യോതികുമാർ ചാമക്കാലയും അഡ്വക്കേറ്റ് സുരേഷും ഇവിടെ സ്വീകരിച്ചു. അതിനുള്ള മറുപടി താങ്കൾ നേരിട്ട് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ശരി, എന്തായാലും നല്ല ചർച്ച. എൻ്റെ രണ്ട് ചങ്ങാതിമാരും ഞാൻ ഈ കാര്യത്തിൽ ഞാനത് വളരെ ചുരുക്കി ഞാൻ പറയാം. അക്കാര്യത്തിൽ അവർക്ക് എന്നോട് വിയോജിപ്പുണ്ടാകാൻ, ഒരു ഫാക്ച്വലായ ഒരു ഡിസൻറ്റ് രേഖപ്പെടുത്താൻ അവർ ധൈര്യപ്പെടും, അതിനവർ മുതിരും. എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, അതൊരു ഇറ്റ്സ് എ ഫാക്ട്. ഫാക്ട്സ് ഡു നോട്ട് സീസ് ടു എക്സിസ്റ്റ് ബിക്കോസ് ദേ ആർ ഇഗ്നോർഡ്. രാഷ്ട്രീയമായി അവരെന്നോട് അക്കാര്യത്തിൽ അങ്ങേയറ്റത്തെ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അവർ പറഞ്ഞ വിഷയങ്ങളിലുള്ളത് ഞാൻ ഈ ചർച്ചയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, CPIM ഇത് സംബന്ധിച്ചുള്ള നിലപാട് ഖണ്ഡിതമായി അസന്നിഗ്ധമായി CPIM വളരെ മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ചങ്ങാതി ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം, ജ്യോതിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാനത് അദ്ദേഹത്തിന് ആ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കാം. No, we are debating not just facts. Take away my time. No, never. We are not debating on just facts, but on intentions. Okay? Right. ഞാൻ ഇന്റൻഷൻ്റെ കാര്യത്തിലാണ് എങ്കിൽ CPIM ഇതിനെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, അതിന് യാതൊരു ബിയോണ്ട് എനി ഡൗട്ട് അത് പറഞ്ഞിട്ടുള്ളതാണ്, ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്. ശാരദ ചിട്ടി ഫണ്ട് കേസുമായി ഇവിടെ ഒരു കാര്യത്തിന് രണ്ടുപേരും അത് വളച്ചൊടിക്കാനുള്ളൊരു ശ്രമം ഇവിടെ നടത്തി. ശാരദ ചിട്ടി ഫണ്ട് കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത് മറ്റാരുമില്ല. ആ കത്ത് നൽകിയത് സീതാറാം യെച്ചൂരിയാണ്, പാർലമെന്റ് അംഗം കൂടിയാണ്. അദ്ദേഹം ആ കത്ത് CPIMന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും ഈ കാര്യത്തെ സംബന്ധിച്ച് ഇത് പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. എന്തുകൊണ്ടാണ് കാര്യം? പശ്ചിമ ബംഗാൾ, ബീഹാർ, UP, ആസാം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ഒറീസ, ഇങ്ങനെ ഒരു 7-8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. ഇതിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ളത്. ആ അന്വേഷണം 2014 സുപ്രീം കോടതി മെയ് മാസത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് CBI മനസ്സില്ലാ മനസ്സോടെ ഏറ്റെടുത്തത്. ആ ഏറ്റെടുത്തതായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് എത്രയോ ആളുകളുടെ ആത്മഹത്യയ്ക്ക് ശേഷവും ഒരിടത്തും എത്തിയില്ല, വഞ്ചി തിരുനക്കര തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് പല ആളുകളും ഇതിൽ വീണ്ടും ഇടപെടുന്നതും കത്ത് നൽകുകയും ചെയ്യുന്നത്. അവിടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ദയവായി അത് ഉപേക്ഷിക്കണം എന്നതാണ് ഒന്നാമത്തെ അഭ്യർത്ഥന. രണ്ടാമത്തെ അഭ്യർത്ഥന, നമ്മൾ ഇക്കാര്യങ്ങൾ പറയുന്ന വേളയിൽ തന്നെ കോൺഗ്രസിൻ്റെ സമാരാധ്യനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിൽ വന്നത് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യത്തിനായി മോദി സർക്കാർ ദുരുപയോഗിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഏജൻസികളുടെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നത്, തനിക്കെതിരെയും ഈ ഏജൻസികളെ വെച്ച് നിരവധി കേസെടുത്തു, വരുതിയിൽ നിൽക്കാത്തവരെ CBI, ED തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്, ജനങ്ങൾക്ക് നീതി കിട്ടാനായി സ്ഥാപിച്ച സ്ഥാപനങ്ങളെ മോദി സർക്കാർ രാഷ്ട്രീയ ആയുധമാക്കുന്നു. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, സമയ ചുരുക്കം കൊണ്ട്. ഇനി CBI അല്ലാതെ ഇതിന് വേറൊരു ഏജൻസിയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു ഏജൻസി ഇല്ല എന്നുള്ളത് ഞാൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു. അവരുടേതായിട്ടുള്ള നിരവധി കുഴപ്പങ്ങളുണ്ട്. അതിലെ കുഴപ്പത്തിൽ ഞാനൊരു കാര്യം പറയാം. പാർലമെന്ററി പാനലിനെ പറ്റി ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ കൂടി അംഗമായ പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോഴും ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ കാലത്തുള്ള ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലവും ഭരിച്ച അതേ പ്രധാനമന്ത്രിയുടെ കീഴിൽ തന്നെ PMOയുടെ മുന്നിൽ അത് അങ്ങനെ തന്നെ ഉണ്ട്. എന്താണ്
CBIയിലേക്ക് നമ്മൾ വിടുമ്പോൾ വിവിധ അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള അത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കുന്നതിന് മറ്റു മാർഗമില്ലെങ്കിൽ ചെയ്യണം. ശരി ആണല്ലോ, ഇത് ഞാനും ഇപ്പോൾ ഈ ഒരു മറ്റു മാർഗമില്ല എന്നുള്ളത്. CBIയുടെ ഡയറക്ടറെ ആ വിധത്തിൽ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ വാസ്തവത്തിലുള്ള സത്യസന്ധതയും സുതാര്യതയും സംബന്ധിച്ച് പാർലമെന്ററി പാനൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതവിടെ കോൺഫിഡൻഷ്യലായി നടത്തിയിട്ടുള്ള ചർച്ചകൾ എനിക്കിവിടെ പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, കോടതി മുമ്പാകെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനൊരു മീഡിയ ട്രയലിന് ഗോപികൃഷ്ണ ഞാൻ തയ്യാറല്ല. കോടതിയിൽ നിന്ന് അടക്കം ഉത്തരവുകൾ പലതും വന്നിട്ടുള്ളതാണ്. 24 ന്യൂസിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഉത്തരവിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തിൽ സീമ ലംഘിക്കാനായി ആഗ്രഹിക്കുന്നില്ല. CBIയെ പറ്റി പറയുമ്പോൾ CBI ഇതിനെ ഞാൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയുകയല്ല. ഇതിലും എനിക്ക് ഇപ്പോഴും അവ്യക്തമായി നിൽക്കുന്ന ഒരു ഭാഗം ഡോക്ടർ സമ്പത്ത്, എനിക്ക് ഇപ്പോഴും അവ്യക്തമായി നിൽക്കുന്ന ഭാഗം താങ്കൾ ഈ പറഞ്ഞതെല്ലാം രാഹുൽ ഗാന്ധിയുടെ നിലപാട്, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിശ്വസിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിനെതിരെ നീങ്ങിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സംസ്ഥാന മുഖ്യമന്ത്രി വിശ്വസിക്കുന്നുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ അന്വേഷിച്ച് നിജസ്ഥിതി കണ്ടെത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു എന്നാണ്. CBIയെ പറഞ്ഞിരുന്നില്ല. പക്ഷെ CBI വേണ്ട എന്നൊരു നിലപാട് അന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴെന്തുകൊണ്ട് CBI വേണ്ട എന്നൊരു നിലപാട്? അതിനാണല്ലോ വ്യക്തത വേണ്ടത്. മറ്റേ ഭാഗം ശ്രീ ജ്യോതികുമാർ ചാമക്കാല വിശദീകരിക്കട്ടെ. ശരി, കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു വാചകം അദ്ദേഹം പറഞ്ഞതല്ലല്ലോ. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ വേണ്ട എന്ന് പറഞ്ഞതല്ലല്ലോ. അദ്ദേഹം ഇത് സംബന്ധിച്ച് സൂചിപ്പിച്ചത് CPIMന്റെ നിലപാടാണ്. ആ CPIMന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു. ഇത് ഡൽഹിയിൽ പുറത്തിറങ്ങിയ ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിലെ കാർട്ടൂണാണ്. ഇവിടെ എന്താണ്, ബിവെയർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, മഹാരാഷ്ട്രയിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പടിവാതിൽക്കൽ വന്ന് ഇവിടെ ഈ വിധത്തിൽ ഒരു കാവൽ നായ വന്ന് അന്തം വിട്ട് നിൽക്കുന്നത് പോലെ. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. CBIയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ CBIക്ക് രാഷ്ട്രീയ മേലാളന്മാരുടെ തീട്ടൂരത്തിനനുസരിച്ചാണ് എങ്കിൽ ആരെക്കുറിച്ചാണ് കേജ്ഡ് പാരറ്റ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്? എന്തുകൊണ്ടാണ് നിരവധി കേസുകളിൽ നിങ്ങളുടെ അന്വേഷണം നടക്കാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് CBIയെ പറ്റി അത്തരത്തിൽ സുപ്രീം കോടതി ചോദിക്കേണ്ടി വന്നത്? CBIയുടെ ഡയറക്ടർമാർ തമ്മിൽ നടന്ന ചക്കളത്തി പോരാട്ടം ഇതേ രാഷ്ട്രീയ മേലാളന്മാരുടെ കീഴിൽ നടന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. CBIയെ അതിനെ വാസ്തവത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത് നിഷ്പക്ഷമായ സ്വതന്ത്രമായ ഒരു ഏജൻസിയായി പോകുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പറഞ്ഞത് കോൺഗ്രസ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന്. ഇപ്പൊ നമ്മൾ ചർച്ച നടത്തുന്ന വേളയിൽ രാഷ്ട്രീയമായിട്ടുള്ള അത്തരം ആരോപണങ്ങളെല്ലാം ഉണ്ടാകുമല്ലോ. ഓപ്പോസിഷനിൽ ഇരിക്കുമ്പോൾ അത്തരം ആരോപണങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് വിവിധ ഏജൻസികൾക്കെതിരെ. പറഞ്ഞതും ഗോപികൃഷ്ണ ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം, ഒറ്റ മിനിറ്റ് കൂടി. കേന്ദ്ര ഗവൺമെന്റിനുള്ള പിന്തുണ DMK പെട്ടെന്ന് പിൻവലിച്ചു. DMKയുടെ നേതാവ് സ്റ്റാലിന്റെ വീട്ടിലും ഓഫീസിലും തിമുകയുമായി ബന്ധപ്പെട്ട ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടി ഓഫീസുകളിലും അവരുടെ പത്രം ഓഫീസുകളിലുമായി 24 മണിക്കൂറിനിടയിൽ നടന്നത് 12 റെയ്ഡാണ്. ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വയനാട് ചുരം കഴിഞ്ഞാൽ കോൺഗ്രസിന് വേറൊരു നയമാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ CBIയോട് സ്വീകരിക്കുന്ന സമീപനമല്ല അതേ സമീപനം ഇവിടെ ഇടതുപക്ഷം സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം. കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അത്രത്തോളം വിശ്വാസമാണോ CBIക്ക് എന്നാണല്ലോ സാധാരണ ജനങ്ങൾ കരുതുക? കോൺഗ്രസ് ദേശീയ തലത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം CBIയെ ഇത്തരത്തിൽ കടന്നുകയറ്റം അനുവദിക്കേണ്ടതില്ല എന്നൊരു സർക്കുലറോ ഓർഡിനൻസോ അല്ലെങ്കിൽ ഉത്തരവോ ഒന്നും ഇറക്കിയിട്ടില്ല. നിയമാനുസൃതം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ രാജസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. രാജസ്ഥാനിൽ ഉണ്ടായ സാഹചര്യം വളരെ ക്ലിയറാണ്. അവിടെ ആ സർക്കാരിനെ അട്ടിമറിക്കുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളും അതിന് ഇത്തരത്തിലുള്ള നാഷണൽ ഏജൻസികളുടെ ഉപയോഗിച്ചതും അതിനെ തുടർന്നാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോയിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്ഥലത്തും അത്തരത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ദേശീയ തലത്തിലൊരു തീരുമാനം എടുക്കേണ്ടതല്ലേ? അങ്ങനെ എടുത്തിട്ടില്ലല്ലോ. CPIMനെ സംബന്ധിച്ച് കേരളത്തിൽ മാത്രമാണ് ഭരണമുള്ളത്. അതൊക്കെ ശരിയാണ്. അപ്പോൾ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ അദ്ദേഹം ഈ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നുള്ള കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ. രാഷ്ട്രീയമായ ആയുധമാക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ അതിനെ എതിർത്തിട്ടുമുണ്ട്. അതിനൊരു വലിയ ന്യൂസ് വാല്യൂ കിട്ടാറുണ്ട്. അതിനപ്പുറത്തേക്ക് അന്വേഷണത്തിനെ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ, നാഷണൽ ഏജൻസിയെ ഔട്ട്റൈറ്റായി ഞങ്ങൾ അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ നാഷണൽ ഏജൻസിയുടെ വിശ്വാസ്യത നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുവാൻ ദേശീയ ഭരണ നേതൃത്വം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പലപ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അത് ഞങ്ങളുടെ കാലത്തും അത്തരത്തിൽ ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതും ഞാൻ മറക്കുന്നില്ല, വിസ്മരിക്കുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് അപ്പോൾ അദ്ദേഹം ശ്രീ സമ്പത്ത് പറഞ്ഞത്
ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പിനെ കുറിച്ചാണ്. ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് 4 സംസ്ഥാനങ്ങളിലുള്ളതാണ്. അതിനകത്ത് തൃണമൂലിലെ നേതാക്കന്മാരുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിലുള്ളുണ്ട്. CBI അന്വേഷിക്കാൻ കഴിയൂ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇവിടെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ തന്നെയുണ്ട്. റെഡ് ക്രസൻ്റ് ആണ് ഇവിടെ ആദ്യത്തിൽ ഓഫർ തന്നിട്ടുള്ളത്. അതിനുശേഷം അത് റെഡ് ക്രസൻറ്റും സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷനുമായിട്ടാണ് ആദ്യ എഗ്രിമെൻറ്റ്. അതിനെ തുടർന്നാണ് UAE കോൺസുലേറ്റും പിന്നെ യൂണിടാക്കുമായിട്ട് ബന്ധം വന്നിട്ടുള്ളത്. അപ്പോൾ 4 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇത്തരത്തിൽ നാഷണൽ ഏജൻസി വേണമെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അന്തർദേശീയ തലത്തിൽ തന്നെ ഒരുതുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CBIയുടെ സഹായം വേണ്ട എന്നെങ്ങനെയാണ് തീരുമാനിക്കുവാൻ കഴിയുക എന്നുള്ളതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഒന്ന് ക്ലിയർ ചെയ്യട്ടെ, ക്ലാരിഫൈ ചെയ്യട്ടെ. മറ്റൊന്ന്, ഈ പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ വയനാട് ചുരം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊരു നിലപാടാണെന്ന്. ശ്രീ സമ്പത്ത്, ഒരു സംശയവും വേണ്ട, വയനാട് ചുരം കഴിഞ്ഞാലും ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് ഒരേ നിലപാട് തന്നെയാണ്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കി. പക്ഷേ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അവിടെ നിങ്ങൾക്ക് 2 MPമാരെ കിട്ടിയത് ഞങ്ങളുടെ പിന്തുണയോടുകൂടിയും ശ്രീ രാഹുൽ ഗാന്ധിയുടെ പണം വെച്ചിട്ടുമാണ് നിങ്ങൾ വോട്ട് തേടിയെന്നുള്ള കാര്യം താങ്കൾ മറക്കരുത്. അങ്ങനെ വയനാട് ചുരം കഴിഞ്ഞ് അങ്ങോട്ട് കിടക്കുമ്പോൾ തമിഴ്നാട്ടിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും ബീഹാറിലായാലും ഉൾപ്പെടെ അപ്പോൾ അത്തരത്തിൽ CBIയുടെ അന്വേഷണത്തെ കേരളത്തിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? അതായത് രാജസ്ഥാനിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി രാഷ്ട്രീയ ചട്ടുകമായി CBI എന്ന് നിങ്ങൾക്ക് ആക്ഷേപമുണ്ട്. അവിടുത്തെ സർക്കാരാണ് അത് പറഞ്ഞത്. ഇവിടെ അതേപോലെ ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി പറയുന്നു, പ്രധാന പാർട്ടി പറയുന്നു രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന സംശയം അവർ പറയുന്നു. അത് താങ്കൾ അംഗീകരിക്കുന്നുമില്ല. ഇവിടെ CBI കാര്യങ്ങൾ വെടിപ്പോടുകൂടി കൊണ്ടുപോകുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം. ഞാൻ അതിലേക്ക് ആ ഒരു വാചകം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് താങ്കളുടെ ആ ചോദ്യവും വന്നിട്ടുള്ളത്. സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ CBI ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ തുറന്നു പറയണം, അല്ലെങ്കിൽ പാർട്ടി തുറന്നു പറയണം. 1. 2, ഇനി ഏതാനും മാസങ്ങൾ കൂടിയുള്ള ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ തൊട്ട് പുറകെ നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്ട് വരും. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിനെ ആർക്ക് അട്ടിമറിക്കാൻ? രണ്ടാമത്തെ ചോദ്യം. 3, ഇവിടെ അങ്ങനെ ഒരു സർക്കാരിനെ അട്ടിമറിച്ചാൽ പോലും അവർക്ക് കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. അവരെ അട്ടിമറിച്ചാൽ പോലും പകരം BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയുമോ? BJPക്ക് ഇവിടെ എന്ത് രാഷ്ട്രീയ താല്പര്യമാണ് ഈ സർക്കാരിനെ സംബന്ധിച്ച്? പ്രത്യേകിച്ച് ജനപിന്തുണ നഷ്ടപ്പെട്ട് പിന്നെ എന്ന് ഇലക്ഷൻ നടന്നാലും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാൻ കാത്തു നിൽക്കുന്ന ഈ സർക്കാരിനെ സംബന്ധിച്ച് എന്ത് അട്ടിമറിയാണ്? ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഞാനൊന്ന് കിടക്കുകയാണ്. എങ്ങനെ അട്ടിമറിക്കാൻ എന്നാണ് താങ്കൾ ചോദിക്കുന്നത്? ഇപ്പോൾ തന്നെ വിവിധ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം പൂർണ്ണമാകാത്തപ്പോൾ തന്നെ നമ്മൾ ഇത് ഏതാണ്ട് അന്വേഷണത്തിൽ കൺക്ലൂഷൻ എത്തിയതുപോലെയാണല്ലോ നമ്മുടെ രാഷ്ട്രീയ ചർച്ചകൾ പോകുന്നതും പ്രത്യാരോപണങ്ങൾ വരുന്നതും. താങ്കൾ പറഞ്ഞതുപോലെ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ, പൊതുജനങ്ങൾക്കിടയിലേക്കാണല്ലോ ഈ വിഷയങ്ങളൊക്കെ പോകുന്നത്. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറിയേക്കാം ഇത്തരം ചർച്ചകളും സംവാദങ്ങളും ഒക്കെ. 1. രണ്ടാമത് താങ്കൾ പറഞ്ഞു BJPക്ക് കേരളത്തിൽ എന്ത് രാഷ്ട്രീയ താല്പര്യമെന്ന്. അവിടെയാണ് കോൺഗ്രസിനെതിരെ ഇടതുമുന്നണി ഉന്നയിച്ചിരിക്കുന്ന രാഷ്ട്രീയ ആരോപണം നിലനിൽക്കുന്നത്. UDF BJP കൂട്ടുകെട്ട് എന്ന ആരോപണം. നോക്കൂ, അത് ഒരു ദിവസത്തെ ഡിബേറ്റ്. താങ്കൾ നാളെ തന്നെ വെച്ചോളൂ, ഇതേ പാനലിൽ തന്നെ വിളിച്ചോളൂ. അല്ല, താങ്കൾ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് തീരില്ല എന്നുള്ളത്. അതെ, അത് നമുക്ക് 1.5 മണിക്കൂർ എടുത്താൽ പോലും തീരില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് ചർച്ച ചെയ്യാനാണെങ്കിൽ ഇതെല്ലാം നിർത്തിവെച്ചിട്ട് അതിലേക്ക് നമുക്ക് നീങ്ങാം, ഒരു തർക്കവും വേണ്ട. അപ്പോൾ കാരണം ഇന്ന് വളരെ 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 ബാലിശമായ കുറേ വാദഗതികളാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാൻ പോയാൽ ഒത്തിരി ഉണ്ട്. കാരണം നമ്മൾ തമാശ പറഞ്ഞ് ഒരുപാട് ചിരിക്കേണ്ടി വരും. ഏതായാലും ഞാനത് വിടുന്നു. വേണമെങ്കിൽ നമുക്ക് ആ ചർച്ചയിലേക്ക് കടക്കുകയും ചെയ്യാം. അല്ല, ശ്രീ സമ്പത്തിന് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് തന്നെ വരാം. ഏതായാലും ഞാൻ ഒന്ന് കാര്യം കൂടെ പറഞ്ഞിട്ടെ. മുഖ്യമന്ത്രി ഈ അന്വേഷണ ഏജൻസികളൊക്കെ വന്നപ്പോൾ അദ്ദേഹം നിരവധി തവണ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വർഷം ഓക്കെ ഞാൻ പറയാം. നമ്മൾ ഈ 2020 ഒരു ഭരണാധികാരിയിൽ നിന്ന് കേട്ട ഏറ്റവും കൂടുതൽ തവണ കേട്ടിട്ടുള്ള വാചകം മടിയിൽ കനമുള്ളവന് മാത്രം പേടിച്ചാൽ മതി എന്നാണ്. ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് നമ്മളെ ഓരോ ദിവസവും ഇമ്പോസിഷൻ ഇടിക്കുന്നത് പോലെ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മളെ ഇത് പറഞ്ഞ് ബോധിപ്പിച്ചുകൊണ്ടിരുന്നത് മടിയിൽ കനമുള്ളവർ മാത്രം പേടിച്ചാൽ മതി എന്ന്. പക്ഷേ അത്തരത്തിലൊരു അന്വേഷണം പോയപ്പോൾ എന്തുകൊണ്ടാണ് ലൈഫ് മിഷനിലേക്ക് മാത്രം അന്വേഷണം പോയപ്പോൾ മാത്രം, ബാക്കിയെല്ലാം വിടും, ലൈഫ് മിഷനിലേക്ക് അന്വേഷണം പോവുകയും മുഖ്യമന്ത്രി ചെയർമാനായ ലൈഫ് മിഷൻ, ഞാൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും, ആ ലൈഫ് മിഷനിലേക്ക് അന്വേഷണം പോയപ്പോൾ മാത്രം CBIയെ സർക്കാർ എതിർക്കുന്നത്? അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി പറയേണ്ടതാണ്. 1. 2, ആ ലൈഫ് മിഷനെ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി ഇപ്പോൾ പറയുന്നതിനെ കുറിച്ച് ഒന്നുകൂടി ഗോപീഷൻ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം പാർട്ടി സെക്രട്ടറിയുടെ മകനെ സംബന്ധിച്ച് NCBയുടെ അന്വേഷണം നടക്കുന്നു, EDയുടെ അന്വേഷണം നടക്കുന്നു, ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു, അദ്ദേഹം പോയിട്ടില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സ്വന്തം മകൻ കുറ്റക്കാരനാണെങ്കിൽ അത് ജനാധിപത്യപരമായി പോട്ടെ, അദ്ദേഹത്തെ തൂക്കിക്കൊന്നോട്ടെ എന്ന് തന്നെ പറഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ മകനിലേക്കും ഇനി ഒരു പക്ഷേ CBI വന്നേക്കാം എന്ന ആശങ്ക മൂലമാണോ മുഖ്യമന്ത്രിയെ ചാരി ഈ CBI അന്വേഷണത്തെ എതിർക്കുന്നതെന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്ത് പോകുന്നു. മുഖ്യമന്ത്രിയാണല്ലോ അതിന്റെ ചെയർമാൻ. സ്വാഭാവികമായി നോക്കൂ ഗോപികൃഷ്ണൻ,
ആ ലൈഫ് മിഷനിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് അത് കൊടുത്തയാളും പറയുന്നു, വാങ്ങിയാളും പറയുന്നു ഞങ്ങൾ കമ്മീഷൻ മേടിച്ചിട്ടുണ്ട് എന്ന്. അതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ, കൊടുത്തയാളും വാങ്ങിയാളും പറയുന്നു. അപ്പോൾ ആ ലൈഫ് മിഷനിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന് ബോധ്യമായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ലൈഫ് മിഷന്റെ എഗ്രിമെന്റ് ഒപ്പിട്ടുള്ള പ്രാഥമികമായ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രസൻസിലാണ്. മുഖ്യമന്ത്രിയാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ. അപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? ഇന്ന് പോലും ഇ ഡിയുടെ കൺക്ലൂഷൻ കോടതിയിൽ വന്നിട്ടുള്ളത് വെച്ച് നോക്കിയാൽ തന്നെ മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇതെല്ലാം പറയുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കേന്ദ്ര ഏജൻസികളെ നിങ്ങൾ ഇങ്ങനെ ടാഗ് ചെയ്തിടുമ്പോൾ KM ഷാജിക്കെതിരെയും അന്വേഷണം വരുന്നുണ്ട്. ആ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം നിങ്ങൾക്കൊരു നിലപാട് എടുക്കേണ്ടി വരും. ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് താങ്കളെ ചർച്ചയ്ക്കിടയിൽ. അഡ്വക്കേറ്റ് സുരേഷ്. തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാനതാ പറഞ്ഞു വന്നത്. അതെല്ലാം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു പരാതി വന്നു, ഒരു പഴയ ലീഗുകാരൻ തന്നെ കൊടുത്ത പരാതി സംബന്ധിച്ചാണ്. അന്വേഷിക്കട്ടെ. ഇവിടെ അങ്ങനെയല്ലോ വന്നിട്ടുള്ളത് പരാതി, ബാക്കിയെല്ലാം വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള പരാതി. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. കസ്റ്റംസിൽ നിന്നാണ് ഈ തുടങ്ങിയിട്ടുള്ളത്. ഇത് എങ്ങോട്ടൊക്കെ പോയി എന്നതിനെ സംബന്ധിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്, കോടതിയിൽ വന്നിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ആണ്. പക്ഷേ അവിടെയും CBI ഉൾപ്പെടെ കോടതിയിൽ പല വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് കുറെ ഡോക്യുമെന്റ്സ് നമ്മൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണല്ലോ. പക്ഷേ അപ്പോഴും കോടതി പറഞ്ഞത് ലൈഫ് മിഷനിൽ ഇപ്പോൾ അന്വേഷണം വേണ്ട എന്നാണ്, സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നോക്കൂ, അങ്ങനെ പറഞ്ഞു പോരുതേ ഗോപികൃഷ്ണൻ പ്ലീസ്. അത് തെറ്റാണ്. താങ്കളുടെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിന് താൽക്കാലികമായ ഭാഗികമായ സ്റ്റേ ഉണ്ടെന്നാണ്. ഞാൻ തെറ്റ് പറഞ്ഞതല്ല, ഭാഗികമായ സ്റ്റേ ഉണ്ടെന്നാണ്. യെസ്, അങ്ങനെ ലൈഫ് മിഷനിൽ ഭാഗികമായ സ്റ്റേയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ FCRAയുടെ വയലേഷൻ അതിന്റെ പരിധിയിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് 2 മാസത്തേക്ക് സ്റ്റേയും അതിൽ CBI അവരുടെ അഫിഡവിറ്റ് കൊടുക്കാനുള്ള സമയവും കൊടുത്തിരിക്കുന്നു. അതിന് വളരെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, FCRA വയലേഷന്റെ പേരിലാണ് CBI ഈ കേസ് അന്വേഷിക്കുന്നത്. ആ കാര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് കണ്ടൻഷൻ ഉള്ളത്. അവിടെയാണ് കോടതി ഭാഗികമായ സ്റ്റേ കൊടുത്തിരിക്കുന്നത്. അതാണ് അതിലെ പ്രാധാന്യം. ഗോപീഷൻ വളരെ വ്യക്തമാണ്. താങ്കൾ പറഞ്ഞത് വളരെ നന്നായി. നമ്മുടെ നിയമ വിദഗ്ധൻ കൂടി ഇതിനകത്തുണ്ടല്ലോ. FCRAയുടെ സെക്ഷൻ 3(2) പ്രകാരം കൃത്യമായി 2B പ്രകാരം കൃത്യമായി ഇതിനകത്ത് ഇൻഡയറക്റ്റായി പോലും സർവീസിലുള്ളവർക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് FCRAയുടെ ഇൻവോക്ക് ചെയ്യപ്പെടാൻ കഴിയും എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് ED കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പല കാര്യങ്ങളെ സംബന്ധിച്ചും ശിവശങ്കറിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് ഇതിന്റെ കിക്ക് ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ലൈഫ് മിഷനിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഇടപെടലുണ്ടല്ലോ. സ്വാഭാവികമായും ഞാൻ വിശ്വസിക്കുന്നു FCRA അവിടെ ഇൻവോക്ക് ചെയ്യാനുള്ള അഡ്വക്കേറ്റ് സുരേഷ്, ഈ കാര്യത്തിൽ അതായത് ഇനിയിപ്പോൾ CBI ആവശ്യമില്ല, CBI ഇനി ഒരു ജനറൽ കൺസെന്റ് CBIക്ക് കൊടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ, ഇങ്ങനെ സംസ്ഥാനങ്ങൾ ഒന്നൊന്നായി ഇങ്ങനൊരു സമീപനം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, BJP ഇതര സംസ്ഥാനങ്ങൾ സ്വീകരിച്ചാൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. കാരണം ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത കളങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് CBIക്കുള്ള അന്വേഷണ അധികാരങ്ങളെല്ലാം രാജ്യവ്യാപകമാക്കിക്കൊണ്ടൊരു നിയമനിർമ്മാണത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പ്രതിരോധിക്കാം ഈ നീക്കങ്ങളെ എന്നാണോ? അല്ല ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ ആദ്യം അതിന് തന്നെ ഉത്തരം പറയാം. പക്ഷേ എനിക്ക് ആനുപാതികമായ സമയം തരണം. എനിക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. എന്തായാലും ഇവിടെ ശ്രീ ഗോപികൃഷ്ണൻ, ഇത് ഞങ്ങൾക്ക് ഈ സർക്കാരിന് 2014 വന്ന സർക്കാർ 2019 ആയപ്പോൾ കൂടുതൽ ശക്തിയോടുകൂടി വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ നടപ്പാക്കിയിട്ടുള്ള രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള എല്ലാ നിയമങ്ങൾക്കെതിരെയും ഇതുപോലെ ചില പ്രതിപക്ഷ സംഘടനകൾ അവർ മഹാസഖ്യമൊക്കെ ഉണ്ടാക്കി എതിർത്തിട്ടുണ്ട്. അത് പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും, കാർഷിക ബില്ലാണെങ്കിലും, 370-ാം വകുപ്പിൻ്റെ വിഷയമാണെങ്കിലും, അയോധ്യ പ്രശ്നമാണെങ്കിലും, എല്ലാ ദേശീയ വിഷയങ്ങളും, മുത്തലാഖ് നിരോധിച്ചതാണെങ്കിലും എല്ലാ വിഷയത്തിലും ഇത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു വേള ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിൽ വിദേശ ശക്തികളുമായിട്ട് ചേർന്ന് പോലും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, ഇന്ത്യയുടെ ഇൻ്റഗ്രിറ്റിയെ തകർക്കുന്ന രീതിയിലുള്ള ചില ശ്രമങ്ങൾ നടത്തിയ പാർട്ടികളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊന്നും വളരെ ഗൗരവത്തിലൊന്നും കാണുന്നില്ല. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് BJPക്ക് മാത്രം 303 MP-മാരുണ്ട്. ഈ രാജ്യത്തിൻ്റെ മാൻഡേറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കാനാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വാദമുഖങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഞങ്ങൾ വളരെ ഗൗരവമൊന്നും കാണുന്നില്ല. ഈ രാജ്യത്തിൻ്റെ മാൻഡേറ്റ് BJPയോടൊപ്പമാണ്. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ശ്രീ സമ്പത്ത് അദ്ദേഹം
കുറേ കാര്യങ്ങളിവിടെ പറഞ്ഞെങ്കിലും വസ്തുതാപരമായി വ്യക്തമായി ഒരൊറ്റ കുറേ ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ഈ കേരളത്തിന് ബോധ്യമായി. പക്ഷേ വസ്തുതകളിലേക്ക് ഫാക്ട്സ് എന്ന് ഒരുപാട് പ്രാവശ്യം അദ്ദേഹം പറഞ്ഞെങ്കിലും ഒരൊറ്റ ഫാക്ട്സ് പോലും ഇവിടെ പറയുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എൻ്റെ ചോദ്യങ്ങൾ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു ക്വസ്റ്റ്യന് പോലും ഉത്തരം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത് കൺസെൻറ്റ് പിൻവലിച്ചാലും നേരത്തെ നിയമവിദഗ്ധനായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറഞ്ഞതുപോലെ കൺസെന്റ് പിൻവലിച്ചാലും ഹൈക്കോടതിക്കും അതോടൊപ്പം തന്നെ FCRA കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകളിലും CBIക്ക് ഇവിടെ അന്വേഷണം നടത്താം. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിനും അത് ഒരു തടസ്സവുമില്ല എന്നാ കോടിയേരി ബാലകൃഷ്ണനോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചെപ്പടി വിദ്യയൊന്നും ഇത്തരത്തിലുള്ള ഇന്നത്തെ പത്രസമ്മേളനം കൊണ്ട് കിട്ടാൻ പോകുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കി കൊടുക്കണം. അതായത് FCRA വയലേഷൻ ഇവിടെ നിലനിൽക്കില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ കണ്ടൻഷൻ അനുവദിക്കപ്പെട്ടാൽ, അംഗീകരിക്കപ്പെട്ടാൽ തടസ്സമാണല്ലോ CBI അന്വേഷണത്തിന്. അത് അനുവദിക്കപ്പെടില്ലല്ലോ. FCRA വിദേശ പണം വന്നിട്ട് അതിൻ്റെ അഴിമതി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ ഈ ചില വ്യക്തികളും ഒക്കെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുമ്പോൾ FCRA കേസുകൾ CBIക്ക് എടുക്കാമെന്നും ആ വിധി തന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ശ്രീ ഗോപികൃഷ്ണൻ, രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും മുകളിൽ കുറേ കോടതികളുള്ള സുപ്രീം കോടതി വരെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിലൊന്നും ആശ്വസിച്ച് നെടുവീർപ്പിടാമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി വിശ്വസിക്കേണ്ട, മുഖ്യമന്ത്രി വിശ്വസിക്കേണ്ട. മുഖ്യമന്ത്രി മറ്റേ കൗൺസിലേറ്റ് ജനറലിനെ മാങ്ങയാണ് തീറ്റിപ്പിച്ചതെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ ഉപ്പ് തന്നെയാണ് തീറ്റിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ച് കള്ളക്കടത്ത് കേന്ദ്രമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറി എന്നതുപോലെ തന്നെ അതിനേക്കാൾ അപകടകരമാണ് കള്ളക്കടത്തിനെയും മയക്കുമരുന്ന് കടത്ത് സംഘത്തെയും സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നു. സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി തന്നെ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു എന്നുള്ളതാണ് CBIക്കെതിരെ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി മുമ്പോട്ട് വന്നിരിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത്. ഈ CBI അന്വേഷണത്തെ, കള്ളക്കടത്തിനെതിരായിട്ടുള്ള അന്വേഷണത്തിനെ അട്ടിമറിക്കാൻ ഭരിക്കുന്ന പാർട്ടിയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, അഡ്വക്കേറ്റ് സുരേഷ്, ഒരു മിനിറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് താങ്കൾ ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ അങ്ങ് ചൊരിഞ്ഞു. ഇതൊക്കെ എവിടെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്? ഏത് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യമാണ്? ഏത് അന്വേഷണത്തിലൂടെ പുറത്തു വന്നിട്ടുള്ള വസ്തുതകളായാണ് താങ്കൾ ഇതെല്ലാം അവതരിപ്പിച്ചത്? ഈ കാര്യങ്ങളിൽ, അതായത് ആദ്യം പറഞ്ഞ സ്വർണ്ണക്കടത്ത് കേസ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇടപാടുകൾ, ഇത് സംബന്ധിച്ചൊന്നും അന്വേഷണം പൂർത്തിയായിട്ടില്ല. സാങ്കേതികമായി ഈ കാര്യങ്ങളിൽ ഒന്നും ഒരു തീർപ്പുണ്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ ആരോപണങ്ങളായി തന്നെ നിലനിൽക്കുന്നു. താങ്കൾ വളരെ അടിസ്ഥാനമുള്ളതെന്നതിന് ആധികാരികമായി അവതരിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ ഇടപെടുന്നത്. രാഷ്ട്രീയ ആരോപണമായിട്ടാണ് താങ്കൾ അത് അവതരിപ്പിച്ചതെങ്കിൽ ശരി, പക്ഷേ അതല്ല, ഇത് വസ്തുതകളായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അവിടെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ശ്രീ ഗോപികൃഷ്ണൻ, ഈ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുമായിട്ടും അതോടൊപ്പം തന്നെ ആഫ്രിക്കയിൽ നിന്നും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം ഒരു ത്രില്ലർ ക്രൈം സ്റ്റോറി കാണുന്നത് പോലെ, ഒരു സിനിമ കാണുന്നത് പോലെ 2 മണിക്കൂർ കൊണ്ട് അന്വേഷണം നടത്തി അതിൻ്റെ ക്ലൈമാക്സ് മുഴുവൻ കാണിച്ചു തരാമെന്നുള്ള വാക്കൊന്നും ഇവിടുത്തെ NIAയും കസ്റ്റംസും EDയും CBIയും ഒന്നും ഈ കേരളത്തിലുള്ള ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ ആ വാദങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലല്ലോ. ഇന്നും NIA കോടതി പറഞ്ഞത് 100 ദിവസമായി അന്വേഷിച്ചു, 100 ദിവസമായി ഭീകരവാദ ബന്ധം പറയുന്നു, ആരോപിക്കുന്നു, തെളിവെവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇന്നും ഇപ്പോൾ 2 പേർക്ക് ജാമ്യം കിട്ടി, 12 പേർ ജാമ്യത്തിൽ ഇറങ്ങി. അഡ്വക്കേറ്റ് സുരേഷ്, എന്താ കാരണം? പിന്നെ എത്രയോ പേർക്ക് സ്വാഭാവിക ജാമ്യം. ഇങ്ങനെ NIAയുടെ സംശയത്തിന്റെ പേരിൽ ആളുകളെ ജയിലിലിടാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത്. ആസ് ഓഫ് നൗ ജാമ്യം കിട്ടുന്നത് സ്വപ്ന സുരേഷിന് ജാമ്യം കിട്ടിയോ? സന്ദീപ് നായർക്ക് ജാമ്യം കിട്ടിയോ? സരിത്തിന് ജാമ്യം കിട്ടിയോ? ഫൈസൽ ഫരീദിന് ജാമ്യം കിട്ടിയോ? റമീസിന് ജാമ്യം കിട്ടിയോ? ഇല്ലല്ലോ. അതുപോലെ ഇപ്പം മറ്റൊരാൾ പിടിക്കപ്പെടുമെന്നായപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കള്ള അഭിനയമൊക്കെ നടത്തി ആശുപത്രിയിൽ കിടക്കുകയല്ലേ? കസ്റ്റംസ് പിടിക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഇവിടെ ഓരോരുത്തർ കുടുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? കാര്യത്തിൽ
കരുതൽ തടങ്കലാണ്. സ്വാഭാവികമായും അവർ ജാമ്യത്തിനുള്ള ശ്രമം ഉപേക്ഷിച്ചു. ഇനി കൊഫേപോസ ചുമത്തിയതിനെ സംബന്ധിച്ച് നിയമവിദഗ്ധർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതിലെ ധാർമ്മികതയെക്കുറിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഐ മീൻ ഓൺ ഡിബേറ്റ്. അല്ല, ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ ഒരു പോയിന്റ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ഇവിടുത്തെ പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കാരണം കള്ളക്കടത്ത് നടത്തുക മാത്രമല്ല, കള്ളക്കടത്തിലെ പ്രതികളെ രക്ഷിക്കാനും തെളിവ് നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് ഈ പിണറായി വിജയൻ സർക്കാർ എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ഖുറാനെ സംബന്ധിച്ചൊരു കേസ് കസ്റ്റംസ് എടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്ന സമയത്ത് വർഗീയത കളിക്കാൻ വേണ്ടിയാണ് ഈ സർക്കാർ തയ്യാറായത്. അത് സക്കാത്താണ് അല്ലെങ്കിൽ അത് ഖുറാനാണ് എന്ന് പറഞ്ഞ് വർഗീയത കളിച്ച് ആ അന്വേഷണത്തിന് അട്ടിമറിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം CBI അന്വേഷണം വരുമെന്നറിഞ്ഞപ്പോൾ വിജിലൻസ് അന്വേഷണം കൊണ്ടുവന്ന് അതിൻ്റെ കള്ളക്കടത്ത് നടത്തുന്നത് പോലെ ഫയൽ കടത്തിക്കൊണ്ടുപോകുന്ന വിജിലൻസുകാരെ രാത്രി നമുക്ക് കാണേണ്ടി വന്നു. അങ്ങനെ ഫയൽ കടത്താൻ ശ്രമിച്ചു. അതിനുശേഷം സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, അനൗപചാരികമായിട്ട് പ്രൈവറ്റായിട്ട് മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിനെ കണ്ടിട്ടുണ്ട് എന്ന് ഇഡിയും NIAയും തന്നെ ആവർത്തിച്ച് കോടതിയുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തി നടന്നു. ഈ CCTV ദൃശ്യങ്ങൾ NIA ചോദിച്ചിട്ട് 55 ദിവസം എടുത്തു അതിനുവേണ്ടിയുള്ള ഭരണാനുമതി കൊടുക്കാൻ. ഇന്ന് വരെ CCTV ദൃശ്യങ്ങൾ ഈ ഏജൻസികൾക്ക് നൽകിയിട്ടില്ല. അത് ഇത് അട്ടിമറിക്കാനുള്ള പണിയുടെ ഭാഗമായി. സുരേഷ്, ഞാനൊന്ന് ഇടപെടുന്നത് താങ്കൾ പറഞ്ഞു ഇതെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് താങ്കൾ നടത്തുന്നത്. അതിന് എനിക്ക് വിയോജിപ്പോ തടസ്സമില്ല. പക്ഷേ ഇതെല്ലാം ആധികാരികമായ വസ്തുതകളായി ഇതെല്ലാം രാഷ്ട്രീയ ആരോപണങ്ങളായി താങ്കൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. എനിക്ക് അതിനകത്ത് താങ്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതെല്ലാം തെളിയിക്കപ്പെട്ട വസ്തുതകളായി താങ്കൾ പൊതുസമക്ഷത്തിൽ വെക്കുമ്പോഴാണ് ഇവിടെ അന്വേഷണ ഏജൻസികളുണ്ട്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല. താങ്കൾ ഇപ്പോൾ പറയുന്നത് ഒരു ഫോർഗോൺ കൺക്ലൂഷനാണ്. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിക്കുണ്ട്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ ഇടപെടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഗോപികൃഷ്ണൻ അദ്ദേഹം ഇടപെട്ടോട്ടെ. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞാലേ അത് പൂർത്തിയാകുള്ളൂ. ഞാൻ പറയുന്നു, കസ്റ്റംസിന്റെയും EDയുടെയും മുമ്പിൽ കൊടുത്തിരിക്കുന്ന മൊഴികൾ, അതുപോലെ തന്നെ ഇന്ന് ED നൽകിയിരിക്കുന്ന ചാർജ് ഷീറ്റ്, ഈ ചാർജ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾക്ക് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെയാണ് ചാർജ് ഷീറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് സാധാരണ രീതിയിലുള്ള ഒരു മൊഴിയായിട്ട് കണ്ട് അത് ലഘൂകരിക്കാൻ നമുക്ക് സാധ്യമല്ല. കസ്റ്റംസിന്റെയും EDയുടെയും മുമ്പിൽ സെക്ഷൻ 50 സബ് ക്ലോസ് 2, സെക്ഷൻ 50 സബ് ക്ലോസ് 3 പ്രകാരം കൊടുക്കുന്നതിന് എവിഡൻഷ്യറി വാല്യൂ ഉണ്ട്, അഡ്മിസിബിൾ ആയിട്ടുള്ള എവിഡൻസ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആധികാരികമാണ്, വസ്തുതാപരമാണ്, നിഷേധിക്കാൻ സാധിക്കാത്തതാണ്. ചർച്ചയുടെ മൂന്നാം ഘട്ടത്തിൽ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, താങ്കളിൽ നിന്നൊരു കൺക്ലൂഡിംഗ് പോയിന്റ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മൾ CBIക്കെതിരെ സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത്, അതിന് വഴിയൊരുക്കിയ സാഹചര്യവും. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരുകൾ കടക്കുമ്പോൾ, ഇതിപ്പോൾ 6ാമത്തെ സംസ്ഥാനമാകും കേരളം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് ഇതിനെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അവർക്ക് ഒരു നിയമനിർമ്മാണത്തിലൂടെ സംസ്ഥാനങ്ങളുടെ ഈ അധികാരത്തെ മറികടക്കാൻ കഴിയില്ലേ? അല്ല, ഇത് സത്യത്തില് ഇത്തരത്തിലുള്ള ചിന്താധാരകൾ തന്നെ ഉണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള ചർച്ചകൾ പോലും ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ഫെഡറൽ സംസ്കാരത്തിന്, ഫെഡറൽ പ്രസ്ഥാനത്തിന് എതിരാണ് എന്നുള്ള വ്യക്തിപരമായി അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ഭരണഘടനാ ശില്പികൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളായാലും ശരി, സംസ്ഥാനത്തിന്റെ അധികാരങ്ങളായാലും ശരി ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലെ ഇതിനെയെല്ലാം മറികടക്കുവാൻ വേണ്ടി ഒരു നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെന്റിന് അത്തരത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിന് പോലും ഒരു നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ നിയമങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ അമെൻഡ് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിന്യായങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് ഇതെല്ലാം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത, ജുഡീഷ്യറി, നമുക്കറിയാം ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് സംവിധാനമാണ്.
സുപ്രീം കോടതിയായാലും ശരി, ഹൈക്കോടതികളായാലും ശരി, അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, ഒരു ഇൻഡിപെൻഡന്റ് സ്ഥാപനങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് രാജ്യാന്തര അന്വേഷണ ഏജൻസി നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഫെഡറൽ അന്വേഷണ ഏജൻസി പോലെയുള്ള ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി, ആരാലും ഭരിക്കപ്പെടാത്ത, ആരാലും നയിക്കപ്പെടാത്ത ഒരു അന്വേഷണ ഏജൻസി നമ്മുടെ രാജ്യത്തില്ല എന്നുള്ള വലിയ പോരായ്മയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ CBIക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല സംസ്ഥാനങ്ങളും എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത്. രാജസ്ഥാനിലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഞാൻ രാജസ്ഥാനിലെ ഉദാഹരണമാണ് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപമുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ട് ആ പാർട്ടിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് കുതിരക്കച്ചവടം നടത്തി അവിടെ ഭരിക്കുന്ന സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ടിനെ മറിച്ചിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉണ്ടായ നാടകീയമായ സംഭവ വികാസങ്ങൾ CBIയുടെ ആ സംസ്ഥാനത്തെ CBI പോലെയുള്ള ഏജൻസി എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്ന് പകൽ പോലെ വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തും എല്ലാം ഉണ്ടാകുമ്പോഴാണ് CBIക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള വിഡ്രോ ചെയ്യുന്ന നടപടികൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകൾ പലതും ഉണ്ടാക്കുന്നത് എന്ന് ഇതിനോട് കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനെയെല്ലാം മറികടക്കുവാൻ വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരു വലിയ നിയമപ്രശ്നമായി അത് ഉയർന്നേക്കാം. അത് എത്തരത്തിൽ രൂപാന്തരം പ്രാപിക്കുന്നത് എന്നതിനെ കുറിച്ച് ഭാവി കാലം എനിക്ക് തോന്നുന്നു കാലം അത് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. ശരി, എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് അപ്പുറം ഗൗരവമുള്ള ഒരു വിഷയം എന്ന നിലയിൽ സ്വാഭാവികമായും ഇത് അക്കാദമിക് തലത്തിലും നിയമതലത്തിലും ഇത് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടും. പ്രത്യേകിച്ച് സംസ്ഥാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി CBIക്ക് നൽകുന്ന അധികാരങ്ങൾ വെട്ടിച്ചുരുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ, രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ CBI എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി സംശയത്തിന്റെ നിലയിൽ നിൽക്കുകയാണോ എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു.